ജനത്തിന്റെ ചിന്തയ്ക്കായിട്ട് സ്തോത്രം നമുക്ക് സ്തോത്രം തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ. നമുക്ക് അതിനു മുമ്പ് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്ന് പകൽ നേരം അപ്പ നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരികയാണ്. കർത്താവ്, ഈ സഭായോഗത്തിൽ അപ്പാ നിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വേദനകളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഞങ്ങൾ കടന്നു പോകുമ്പോഴും ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ വേർപിടിച്ചെടുത്തിയ ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായി സ്തോത്രം ചെയ്തു കർത്താവേ. അപ്പാ ലോകത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിച്ചെടുത്ത അങ്ങയുടെ വലിയ സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി പകരമായി ഊറ്റപ്പെട്ടത് പ്രിയപുത്രന്റെ തിരുരക്തമായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ തിരുരക്തം ഇന്ന് പകൽ നേരം ഞങ്ങൾക്ക് പ്രായശ്ചിത്തമായി ഒഴുക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവിന്റെ രക്തത്തിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകണമേ. ഇന്ന് വചനം കേൾക്കുവാൻ പോകുന്നു. ദൂരത്തിൽ ചാരിതമായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവെ നീ ഇടപെടണമേ, ഉള്ളങ്ങളോട് സന്ദർശിക്കണമേ. ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിന് ആശ്വാസവും ബലവുമായി തീരണമേ, നിത്യജീവനായി തീരണമേ. കർത്തന്റെ കരം കർത്താവ് ചലിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വാക്യം നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തർ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനഭാഗമാണ് നമ്മൾ വായിച്ചത്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കുമ്പോൾ പല വിഷയങ്ങളെ നമ്മൾ കാണുന്നു. 4-ാം അധ്യായം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായമാണ്. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്ന അനേക ഭാഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് 4-ാം അധ്യായം എന്നുള്ളത്. ഇതിൽ യേശു ക്രിസ്തുവിന്റെ വരവിനായിട്ട് കാത്തിരിക്കുവാൻ സഭയോട് പൗലോസ് ആഹ്വാനം ചെയ്യുമ്പോൾ, ദൈവസഭയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെയാണ് ഈ 4-ാം അധ്യായത്തിൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രധാനമായി നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം ഒത്തിരി വിഷയങ്ങളെ കുറിച്ച്, സഭയെ ശക്തീകരിക്കുന്നതിനെ കുറിച്ചും സഭയിൽ സ്തോത്രം കഷ്ടം അനുഭവിക്കേണ്ടി വരുമ്പോഴും സ്തോത്രം പൗലോസ് ക്രിസ്തുവിൽ ശരണപ്പെട്ടു, ആർക്കും ഭാരമായി തീരാതെ വണ്ണം നിലനിന്നു എന്നുള്ള വിഷയങ്ങളൊക്കെയും പറഞ്ഞു. തന്റെ ജീവിതം എടുത്ത് വെളിപ്പെടുത്തി കാണിച്ചാന്ന് ഓർക്കണം. തന്റെ പ്രസംഗങ്ങൾ ഓരോന്നും, തന്റെ ലേഖനങ്ങൾ ഓരോന്നും സഭയിലേക്ക് കൊടുക്കുന്നത്. താനൊന്നും മറച്ചു വെച്ചിട്ടില്ല, ഒരിക്കലും ഒന്നും മറച്ചു വെച്ച് ഒന്നും ചെയ്യുന്നൊരു വ്യക്തി ആയിരുന്നില്ല അപ്പോസ്തലനായ പൗലോസ്. കാര്യം, രക്ഷകനാകുന്ന കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി, കർത്താവ് തന്റെ ചങ്കിലെ അവസാന തുള്ളി ചോര വരെ ഊറ്റിത്തന്ന് മാതൃക കാണിച്ചെങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറച്ചു വയ്ക്കുവാൻ ഒന്നുമില്ലാതെ എല്ലാം മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സ്തോത്രം ഉയർപ്പിന് വേണ്ടി, മറ്റുള്ളവരുടെ ആത്മീക വർധനവിന് വേണ്ടി പരിഗണിച്ച് മുമ്പോട്ട് പോകുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ആത്മീകമായ വർധനവ് പരിഗണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ദൈവം അതിന്റെ പിന്നിൽ വലിയവയെ കണ്ടിട്ടുണ്ട്. കർത്താവ് അതിശയങ്ങളെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും കർത്താവ് നമുക്ക് വിശ്വസ്തനായിട്ട് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളത് ആമുഖമായി ഞാൻ ഇന്ന് ദൈവസഭയോട് പറയുകയാണ്. നമ്മൾ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ പതറിപ്പോകരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. നമ്മൾ പലപ്പോഴും തകർന്നു പോകും, വീണുപോകുമെന്ന് വിചാരിച്ച പല മേഖലകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കിയ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അവസാനിച്ചു എന്ന് വിചാരിച്ച പല ദിവസങ്ങളും പല കാലഘട്ടങ്ങളും നമ്മുടെ മുമ്പിൽ കടന്നുപോയില്ലേ?
എങ്ങനെ വഴി തുറക്കുമെന്ന് വിചാരിച്ചില്ലേ? എങ്ങനെ ഇതിൽ നിന്നൊന്ന് കടന്നു പോകുമെന്ന് വിചാരിച്ച നെടുവീർപ്പിട്ട ദിവസങ്ങളും രാത്രികളുമില്ലായിരുന്നോ? എന്നാൽ അതിന്റെ നടുവിൽ നിന്ന് രക്ഷിച്ചെടുത്ത നാമം ഇന്നും വിശ്വസ്തയോടുകൂടെ നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത്. അന്ന് നമ്മൾ പ്രതിസന്ധിയായി കണ്ട പല പ്രതിസന്ധികളും നാളുകൾ കഴിഞ്ഞ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ നമ്മളെ കാണിച്ചെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയും നാളെ ഒരു പ്രശ്നമല്ലാത്ത നിലവാരത്തിൽ നമ്മളെ എത്തിക്കുവാൻ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ ഓർത്ത് ഭാരപ്പെടേണ്ട. നമ്മെ വിടുവിക്കുന്നവൻ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ വിശ്വാസത്തിന്റെ പരിശോധന പലപ്പോഴും കടന്നു വരുമ്പോൾ നമ്മൾ ഉറച്ചു നിൽക്കുവാൻ തക്ക വേണം ഇന്ന് പകൽ നേരം ഇടയായി തീരണം. കരങ്ങളിൽ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ ഈ വചനത്തിന്റെ സത്യങ്ങളെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ 4-ാം അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ സ്തോത്രം, ലേഖനത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് പൗലോസ് എത്തുകയാണ്. ലേഖനത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ഇതും 4ഉം 5ഉം വായിക്കുമ്പോൾ 5-ാം അധ്യായം വ്യക്തമായിട്ട് കാലങ്ങളെയും സമയങ്ങളെയും സ്തോത്രം അറിയുന്നതല്ല. കാലങ്ങളും സമയങ്ങളും സ്തോത്രം മാറി വരുമ്പോൾ എന്നാൽ അത് ഒരുങ്ങിയിരിക്കുവാനായിട്ട് പറയുന്ന സ്തോത്രം പറയുന്ന ഭാഗമാണ് 5-ാം അധ്യായം പറയുന്നത്. എന്നാൽ 4-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മളവിടെ വളരെ ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ വായിക്കുന്ന ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിക്കുവാൻ വളരെ ശ്രദ്ധ നമ്മൾ ഇന്ന് പകർന്നേരം ഈ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കണം. ദൈവപ്രസാദം ലഭിക്കുവാൻ എന്ത് ചെയ്യണം? ദൈവപ്രസാദം ലഭിക്കുവാൻ നമ്മൾ എന്ത് ചെയ്താൽ മതിയാകും? എന്തെങ്കിലും പ്രവൃത്തിയൊരു കാരണമാണോ? ദൈവപ്രസാദം ആവശ്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം, നമ്മൾ പെന്തക്കോസുകാരാ, നമ്മൾ അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദർശനങ്ങളും കൃപാവരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവപ്രസാദം വേണോ? ചിലർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല, ഞങ്ങളൊക്കെ ഓൾറെഡി ഇതൊക്കെ ബിൽഡപ്പ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്നവരോടാ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് പറയുന്നത്, ദൈവപ്രസാദം നമ്മൾ പ്രാപിക്കണം. എങ്ങനെ പ്രാപിക്കേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം? അപ്പം നമ്മുടെ നടപ്പൊരു വിഷയമാണ്, നമ്മുടെ ജീവിതം ഒരു വിഷയമാണ്. ദൈവപ്രസാദം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നടപ്പ് സൂക്ഷിക്കണം, നമ്മുടെ സംസാരം സൂക്ഷിക്കണം, നമ്മുടെ മനസ്സ് സൂക്ഷിക്കണം, നമ്മുടെ ചിന്താഗതികൾ സൂക്ഷിക്കണം, നമ്മുടെ നടപ്പ് സൂക്ഷിച്ചേ മതിയാകത്തുള്ളൂ. ദൈവപ്രസാദം വെറുതെ എല്ലാവരുടെ മേൽ വരുന്നതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് പറയാതിരുന്നാൽ മതിയായിരുന്നു. എല്ലാവരുടെ മേലും ഉണ്ടെങ്കിൽ ഇത് പറയാതിരുന്നാൽ മതിയായിരുന്നു. ഇത് വരണമെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ദൈവസഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. ഇത് പുറത്തുള്ളവരോടല്ല, രക്ഷിക്കപ്പെടാത്തവരോടല്ല ഈ പറയുന്നത്. ആളല്ല, ഇത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയുടെ ഭാഗവാക്കായിരിക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന, ഇച്ചിരി കൂടെ കടന്നു പറഞ്ഞ വചനവും പഠിച്ചിട്ടുള്ളവരോടാണ് ഈ പറയുന്നത്. ഞങ്ങൾ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കരുത്, നമ്മൾ എന്തെങ്കിലും തികഞ്ഞുന്നോ നേടിയെന്നോ വിചാരിക്കരുത്. നമ്മൾ അനേകർ അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ഞാൻ നേടി കേട്ടോ, ഞാൻ ഓട്ടോ ഒക്കെ തികച്ചു, എന്റെ എല്ലാം ക്ലിയർ ആയിന്ന്. ഉറപ്പുണ്ടോ? പരിശോധിച്ച് നോക്കി അറിയാം, ആരംഭിച്ചിട്ടില്ലെന്ന്. ദൈവവചനം ഒന്ന് വളരെ കാര്യമായി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നത് എന്താണ്? ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടന്നതുപോലെ തന്നെ. ഇത് തെസ്സലോനിക്ക സഭയോടാ പറയുന്നത്. ഇത് വായിക്കുന്നത് നമ്മൾ തെസ്സലോനിക്ക സഭയല്ല, ആണോ? അല്ല. അവിടെ തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാരുടെ നടപ്പും പ്രവർത്തികളും ക്രമങ്ങളും പൗലോസ് കണ്ടപ്പോൾ അത് അഭിനന്ദനാർഹമായിട്ടാണ് കൊടുക്കുന്നത്. അതിനകത്ത് നമ്മളില്ല. ഉണ്ടോ? നമ്മൾ നടന്നോ എന്നുള്ളത് നാം നമ്മെക്കുറിച്ച് വിവേചിക്കണം. നാം നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നാം ദൈവപ്രസാദത്തിന് ഒത്തവണ്ണം നടന്നോ എന്നുള്ളത്. ആമേൻ. അനേകർ വചനം കേൾക്കുമ്പോൾ സംശയത്തിലും ഭാരത്തിലൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് വചനം കേൾക്കണം. എന്നാണ് തുടർന്ന് വായിച്ചേ? എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ചു പ്രബോധിപ്പിക്കുന്നു. കണ്ടോ? അപ്പോൾ തെസ്സലോനിക്ക സഭയിലെ ജനം നടന്നിട്ടുണ്ട്, നമ്മൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഈ വചനത്തിന്റെ അകത്ത് തെസ്സലോനിക്ക സഭയിൽ അവര് നടന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നടക്കുന്നതിൽ ഇനി അധികം വർദ്ധിച്ചു വരണമെന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നേ, ആണോ? നമ്മൾ തിരിച്ചറിയണം. നമ്മളെ അഭിനന്ദിക്കുന്നത് പോലെ നമ്മൾ തോന്നണ്ട. നമ്മളിത് വായിക്കുമ്പോൾ
എന്താണ് തെസ്സലോനിക്ക സഭയ്ക്കകത്ത് പൗലോസ് എഴുതി കൊടുത്തത്? അവിടെ കൊടുക്കുന്ന അഭിനന്ദനാർഹമാകുന്ന കാര്യങ്ങൾക്ക് അവരർഹനായിരിക്കുന്നതിനെ ഞാനും നിങ്ങളും അർഹരാണോ എന്ന് നോക്കണം, പരിശോധിക്കണം. അടുത്ത വാക്യം വായിച്ചേ, തുടർന്ന് വായിച്ചേ. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അടുത്തത് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ ശ്രദ്ധിക്കണം, തെസ്സലോനിക്ക സഭയിലെ ജനം ഓടിയിട്ടുണ്ട്, അവർ അധ്വാനിച്ചിട്ടുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്, അവരുടെ ജീവിതം സാക്ഷ്യമുള്ളതാണ്. കാരണം അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയുണ്ട്. അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചവരാണ്. എങ്ങനെ പ്രസാദിപ്പിച്ചു? എങ്ങനെ പ്രസാദിപ്പിച്ചേ? ആ വചനം എന്താണ് വായിക്കുന്നത്? ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. നമ്മുടെ ശുദ്ധീകരണമാണ് കർത്താവിന്റെ ഇഷ്ടം. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ശുദ്ധീകരണം, അനുദിന ജീവിതത്തിൽ നമ്മുടെ ശുദ്ധീകരണമാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. ആമേൻ. അതിന് വളരെയേറെ നമ്മൾ അധ്വാനിച്ചേ മതിയാകത്തുള്ളൂ, വളരെയേറെ പോരാടിയേ മതിയാകത്തുള്ളൂ. മനസ്സിലാക്കണം, നമ്മൾ എവിടെ വസിക്കുന്ന ഇടം, അവിടെ പോരാടുവാൻ പലവിധ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറി വരും, അല്ലേ? ആ വാക്യം വായിക്കുമ്പോൾ, തുടർന്ന് വായിക്കുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അടുത്തത്, ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ജാതികളുടെ ജീവിത ശൈലി ഒരിക്കലും എടുക്കാൻ പാടില്ല. അവരെ കല്ലെടുത്തെറിയണമെന്നല്ല പറഞ്ഞേക്കുന്നത്, അവരുടെ തോളത്ത് കൈയിട്ട് നടക്കരുതെന്ന് തന്നെയാ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? അവരെ കല്ല് പറിച്ചെറിയണമെന്നല്ല പറഞ്ഞേക്കുന്നത്, അവനെ ഉപദ്രവിക്കണമെന്നല്ല പറഞ്ഞേക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? അവരുടെ തോളെ കൈയിട്ട് നടക്കുന്ന സ്വഭാവം നിനക്ക് കാണരുത്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആഴത്തെ ഒരു കാര്യം ഞാൻ പറയാം. രക്ഷിക്കപ്പെട്ടവനാ ജീവന്റെ പ്രമാണം ദൈവം കൊടുത്തിട്ടുള്ളൂ. രക്ഷിക്കപ്പെട്ട, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമാ ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ളൂ. ദൈവം ആരാണ്? അവൻ വിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ്. പരിശുദ്ധനാകുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന നമ്മൾ വിശുദ്ധരായിരിക്കണം. നമ്മൾ പരിശുദ്ധരാകത്തില്ല, നമ്മൾ വിശുദ്ധരായിരിക്കണം. നമ്മൾ വിശുദ്ധരായിരിക്കണം. അപ്പോൾ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായി തീർന്നാലേ മതിയാകത്തുള്ളൂ. അപ്പോൾ കർത്താവ് വിശുദ്ധിയിൽ തികഞ്ഞവനായി, പൂർണ്ണനായി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഇന്ന് കാലം ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒരുക്കിയേ മതിയാകത്തുള്ളൂ. ആമേൻ. ജാതികളെ പോലെ, അല്ലെ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണത്, അല്ലെ? ഒന്നും കൂടെ വായിച്ച ആ ഭാഗം. സ്തോത്രം, സ്തോത്രം. അവിടെ വായിക്കുന്നത്, ഇനി ഇന്നലെ തന്നു. അപ്പൊ ദൈവത്തെ അറിയാത്തവരാ ജാതികള്, ദൈവത്തെ അറിഞ്ഞവരല്ല ജാതികള്. എങ്ങനെയാ? ദൈവം എവിടെയാ? അവൻ സ്വർഗത്തിലുണ്ട്. പിന്നെയോ അവൻ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തി. എങ്ങനെ? തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. എന്നിട്ട് അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഒരിക്കലായി മരിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? നാം അവനിൽ വിശ്വസിക്കുക നിമിത്തം പിതാവായ ദൈവം നമ്മളെ നീതീകരിച്ചു. എങ്ങനെ? തന്റെ പ്രിയപുത്രനിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട്, പ്രിയപുത്രനിൽ വിശ്വസിക്കുന്നവരെല്ലാം നീതിമാന്മാരാകയാൽ പിതാവ് അവരെ നീതീകരിക്കുകയാണ്. ആ നീതീകരണം രക്ഷിക്കപ്പെട്ടവർക്കേ ലഭിച്ചിട്ടുള്ളൂ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കേ ലഭിച്ചിട്ടുള്ളൂ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ സ്നാനമേൽക്കും, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കും, വേർപെടും, വിശുദ്ധിയോടുകൂടെ ജീവിക്കും, കർത്താവിന്റെ തിരുമേശയുടെ പങ്കാളിയായി തീരും. അല്ലാതെ കർത്താവിനെ അറിവുള്ളത് കൊണ്ട് നീ രക്ഷിക്കപ്പെടത്തില്ല. വിശ്വസിക്കുന്നതും അറിയുന്നതും രണ്ടും രണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തു ഉണ്ടെന്ന് സകല മനുഷ്യർക്കും അറിയാം. അവരാരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. യേശു ക്രിസ്തുവിൽ എന്തിനാ വിശ്വസിക്കുന്നത്? പാപത്തിന് പരിഹാരം വരുത്തുവാൻ പിതാവായ ദൈവം മുഴു ലോകവും പാപത്തിൽ കിടക്കുമ്പോൾ സകല പാപികൾക്കും രക്ഷ വരേണ്ടതിന് പാപമറിയാത്തവനെ പാപ സദൃശ്യത്തോടുകൂടെ ജഡത്തിൽ പാപമാക്കപ്പെടുവാൻ അയച്ച ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? മനസ്സിലാക്കണം, ഈ രക്ഷാപദ്ധതി നമുക്കേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ടവനേ ഉള്ളൂ. അല്ലാത്ത ആരും കർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. അല്ലാത്തവർക്കൊന്നും ദൈവമില്ല. ഏത് ദൈവം? ഏക സത്യ ദൈവം, രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്ന ദൈവം. ആളുകളെ ദൈവത്തിന്റെ സകല ഭാവങ്ങളും ഉള്ളവൻ, അല്ലേ? ശ്രദ്ധിക്കണം.
ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. നിന്റെ ദൈവം എവിടെ ഇരിക്കുന്നേ? ദൈവം എവിടെ ഇരിക്കുന്നേ? ദൈവത്തെ ആരും ഒരു നാള് കണ്ടിട്ടില്ല. ഉണ്ടോ? ദൈവത്തെ ആരും ഒരു നാള് കണ്ടിട്ടില്ല. പറഞ്ഞതാരാ? കുടുങ്ങി. പറഞ്ഞതാരാ? യേശു ക്രിസ്തു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തെ, പിതാവായ ദൈവത്തെ ആരും ഒരു നാള് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തു പറയണമെന്നറിയാവോ? ആ സ്റ്റേറ്റ്മെന്റ് ശരി, യേശു ക്രിസ്തു പറഞ്ഞ വാക്കാണ് ശരി, പുത്രനല്ലാതെ വേറെ ആരും പിതാവിനെ കണ്ടിട്ടില്ല. നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദൈവരൂപം എങ്ങനെയാ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ കണ്ണുകൾക്ക് പ്രാപിക്കാൻ കഴിയുന്നതാണോ ദൈവരൂപം? ദൈവത്തിന്റെ പൂർണ്ണത, സ്വർഗത്തിന്റെ സിംഹാസനം, ഭൂമി നിന്റെ വാദപീഠമായിരിക്കുന്നു. നിന്റെ ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ സാധിക്കുമോ? നിന്റെ എത്ര ഗാലക്സികൾ നിന്റെ ഈ കണ്ണിന്റെ അകത്ത് ഒതുങ്ങും? അപ്പോൾ ദൈവരൂപത്തിലിരിക്കുന്ന പിതാവിന്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിച്ച ക്രിസ്തു പറഞ്ഞിരിക്കുന്നു, താനല്ലാതെ ആരും പിതാവിനെ കണ്ടിട്ടില്ല. അത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ രക്ഷിക്കപ്പെട്ടവരെ വിശ്വസിക്കുന്നുണ്ടോ? പുറത്തൊരു ജാതികളും വിശ്വസിക്കുന്നില്ല. മനസ്സിലായോ? യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ള ഒറ്റ പദം കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ട്രാക്റ്റൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ അമ്മച്ചിമാരൊക്കെ ചോദിക്കും. പക്ഷേ ഇതിന്റെ ചോദ്യത്തിന്റെ പൂർണ്ണ അർത്ഥവും കൂടെ ഗ്രഹിച്ചിട്ട് വേണം ചോദിക്കാൻ. എന്താണ് ആ ചോദിക്കുന്നതിന്റെ അർത്ഥം നമ്മളോട് മനസ്സിലാക്കണം. വളരെ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സ്നാനപ്പെട്ടത്. അത് തെറ്റൊന്നുമല്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ സ്നാനപ്പെട്ടതും കർത്താവിന്റെ കൃപയിലേക്ക് വന്നു. പക്ഷേ എന്നും ഈ പറിച്ചെടുത്തതുപോലെ ഇരിക്കാനല്ല നമ്മളെ വിളിച്ചേക്കുന്നത്. ആഴങ്ങളെ ഗ്രഹിക്കണം. ദൈവത്തെ അറിഞ്ഞെങ്കിലേ നമ്മൾ സ്തോത്രം മതിയാകത്തുള്ളൂ. ദൈവത്തെ നമ്മൾ ഗ്രഹിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. സ്തോത്രം, സ്തോത്രം. നമ്മൾ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:13. ആമേൻ. സ്തോത്രം. വായിച്ചാട്ടെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഇത് വിശ്വസിക്കുന്നുണ്ടോ? യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്നതാ? ഇന്ന് കുറെ പേര് വിശ്വസിക്കുന്ന കർത്താവ് അത്ഭുതം ചെയ്യുന്നവനാണ്. അങ്ങനെ ഒത്തിരി പ്രസ്ഥാനങ്ങള് കൂടാരം അടിച്ചിട്ടുണ്ട്, അത് മാത്രം പറയാൻ വേണ്ടി. എന്നാൽ യേശു ക്രിസ്തു ആരാണ്? അവൻ മാത്രം പിതാവിനെ കണ്ടിട്ടുള്ളൂ. അവൻ മാത്രം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ ആരാത്? കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഒരുവരും ഇങ്ങോട്ട് വന്നിട്ടുമില്ല. ഇത് വിശ്വസിക്കുന്നുണ്ടോ? ദൈവം വസിക്കുന്ന സ്വർഗ സന്നിധിയിൽ നിന്ന് ഒരുവനെ ഇവിടെ വന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആരാന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ഏകജാതൻ, അവൻ മാത്രമേ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളൂ. അവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് പിതാവ് ആരാണെന്ന്. അവൻ പറഞ്ഞ വചനങ്ങളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അവൻ സത്യദൈവമാണെന്ന് വിശ്വസിക്കുന്നു. അവൻ സ്വർഗത്തെ കുറിച്ച് എങ്ങനെയുള്ളതെന്ന് അവൻ പറഞ്ഞതോ അത് മാത്രം വിശ്വസിക്കാണ് രക്ഷിക്കപ്പെട്ടവർക്ക് പ്രമാണമുള്ളൂ. വിശ്വസിക്കുന്നുണ്ടോ? പലരും പലതും പറയുന്നുണ്ട്. തിരുവെടുത്ത് കൂടാതെ പലതും പറയുന്നുണ്ട്. അത് കേൾക്കേണ്ട കാര്യമില്ല, അത് ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ നമ്മൾ ഇത് ഗ്രഹിച്ചേ മതിയാകത്തുള്ളൂ. ഒന്നും കൂടെ ആ വചനം വായിച്ചേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവരിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇന്ന് ഈ ഭാഗം എടുത്തു അല്ലേ? തെസ്സലോനിക്ക ലേഖനത്തിന്റെ നമ്മൾ എടുത്തു. നമ്മളിപ്പോ യോഹന്നാന്റെ സുവിശേഷം എടുത്തു. യേശു ക്രിസ്തുവിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളതാണ് വിഷയം. നമ്മൾ ഇവിടെ തെസ്സലോനിക്ക സഭയിലേക്ക് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ജാതികളെ പോലെ ആകരുത്.
അപ്പൊ ജാതികളിലുള്ള ഒന്നും ദൈവസഭ എടുക്കാൻ പാടില്ല, ഒന്നും എടുക്കാൻ പാടില്ല, ഒന്നും. 10 പേര് കൂടി കഴിയുമ്പോൾ അവരെ ഇങ്ങനെ കുശുപ്പ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അഭിപ്രായങ്ങൾ മാറും, പക്ഷെ ദൈവവചനം മാറുന്നില്ല. എത്ര പേര് കൂടിയിരുന്ന് ആലോചിച്ചാലും തീരുമാനമെടുത്താലും ശരി, തീരുമാനങ്ങൾ തിരുവെഴുത്തിന് പുറത്ത് കിടക്കും, തിരുവെഴുത്തിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് തിരുവെഴുത്തിൽ ദൈവവചനത്തിൽ നിൽക്കാൻ നോക്കണം. എന്നാൽ അവിടെ വായിക്കുന്നത്, നമ്മൾ വായിച്ച വാക്യത്തിന്റെ അകത്ത് അവിടെ വായിക്കുന്നത്, സ്തോത്രം, ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞാൽ ഇന്ന സ്തോത്രം അവിടെ എന്നറിയുന്നുവല്ലോ, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്റെ പാത്രത്തെ. അപ്പോൾ വിശുദ്ധീകരണത്തിലും മാനത്തിലും 2 കാര്യത്തിന് വളരെ പ്രസക്തമാണ്. നമ്മൾ ഇത് നേടണമെന്നുണ്ടെങ്കിൽ ജാതികളുടെ വഴി പോകാത്തവനെ ഇത് നേടാൻ കഴിയത്തുള്ളൂ. ജാതികളുടെ സ്വഭാവത്തിൽ നിൽക്കരുത്. കൊരിന്ത്യ സഭയ്ക്കകത്ത് ഒരുത്തൻ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന ഒരുത്തനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ എന്ത് സംഭവിച്ചു? അവനെ നിങ്ങളുടെ ഇടയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു, ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ്. അപ്പോൾ ഇതെങ്ങനെയാ വന്നത്? അപ്പോൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം വീണ്ടും ജാതികളെ പോലെ ജീവിക്കുന്ന ഒരുത്തനെ കണ്ടാൽ അവനെ വിട്ടൊഴിഞ്ഞോണം. ജാതികൾ അതേ സ്റ്റേറ്റ്മെന്റിന്റെ സ്വഭാവത്തിൽ ജീവിച്ചാൽ അവരെ വിട്ടൊഴിഞ്ഞോണം. ദൈവകൃപയിൽ ആശ്രയിക്കണം കേട്ടോ. ദൈവകൃപയിൽ ആശ്രയിക്കണം. വിശുദ്ധിയിലും മാനത്തിലും താന്റെ പാത്രത്തെ നേടണം. ഹല്ലേലൂയ. നമ്മളിത് വായിക്കുമ്പോൾ, നമ്മളിത് വായിച്ചു സ്തോത്രം, ജാതികളുടെ വഴിയിൽ നമ്മൾ പോകരുത്. അവൻ കാമവികാരത്തിലാണ് എപ്പോഴും, അല്ലേ? നമ്മൾ കേൾക്കുന്ന ഇക്കണ്ട പീഡന കേസുകൾ എന്നതാ ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിക്കുന്ന കേട്ടോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കാര്യം എവിടെ കണ്ട, എക്സൈസ് സംഘത്തിൽ ഒരു കള്ളനെ പിടിച്ച്, ഏതാണ്ട് സ്പിരിറ്റോ ഏതാണ്ട് കഞ്ചാവ് ഒരു പ്രതിയെ പിടിച്ച്, ഇവന്റെ ഫോണെല്ലാം കൂടെ ചെക്ക് ചെയ്തപ്പോഴത്തേന് അതിൻ്റെ അകത്ത് കിടക്കുന്ന 5 വയസ്സോ 4 വയസ്സോ 5 വയസ്സോ പ്രായമുള്ളൊരു കൊച്ചിനെ പീഡിപ്പിക്കുന്ന വീഡിയോ എടുത്ത് കിടക്കുന്നു. ഇവൻ കഞ്ചാവും ലഹരിക്ക് അടിമയാ, അപ്പോൾ തന്നെ ഇവൻ പീഡകനുമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ ഭൂമിയിലല്ലേ? പാപത ഉള്ളത് കൊണ്ടല്ലേ ഇത് നടക്കുന്നത്? ഇവൻ ലഹരിക്ക് അടിമയായതുകൊണ്ടാ. അവന്റെ ശരീരത്തെ അവന് ഉന്മാദാവസ്ഥയിലേക്ക് വിടണം, പ്രത്യേക സുഖം തേടണം. അവൻ നോക്കിയിട്ട് ഒരു സുഖം അവന്റെ ശരീരത്തിലില്ല. നോക്കുമ്പോ ലഹരിയാണ് ഏറ്റവും നല്ല സുഖം. അത് അടിച്ചിട്ട് പിന്നെ സുബോധമില്ലവനായിട്ട് പിന്നെ ചെയ്യുന്നൊന്നും അവന്റെ ബോധത്തിൽപ്പെടുന്നല്ലോ. പിന്നെ ബോധം വരുമ്പോ അവൻ ജയിലിലായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, ഇതാണ് ലോകത്തിന്റെ വ്യവസ്ഥ. ഈ ലോകത്തിലെ കാര്യങ്ങൾ ഇങ്ങനെയാ പോകുന്നത്. കൂടുതൽ ലോകത്തെ വാഴ്ത്താൻ പോകരുത്. മനസ്സിലാകുന്നുണ്ട്? ലോകത്തെ കൂടുതൽ വാഴ്ത്തൽ, ഈ ലോകത്തിൽ ഏതാണ്ട് ഉണ്ടെന്നുള്ള രീതി അതിലേക്ക് തിരിയരുത്. അഭിഷേകം പ്രാപിക്കാത്തവര് സഭയ്ക്കകത്ത് ഒത്തിരി കിടപ്പുണ്ട്. അഭിഷേകമില്ല, ആത്മനിറവില്ല, സ്തോത്രം, ഹല്ലേലൂയ, ഉപദേശത്തിൽ നിൽക്കാൻ മനസ്സുള്ളവരില്ല. പ്രസന്റ് ജനറേഷൻ, ഞാൻ കണ്ട കാര്യം ഞാൻ പറയുക, പെന്തക്കോസ്തിന്റെ അകത്ത് ജനിച്ചു വന്ന പുതിയ തലമുറ ഒത്തിരി എണ്ണം അഭിഷേകത്തിന്റെ തുള്ളി ഒരെണ്ണം പോലും ഒരുത്തിന്റെ പോലും തല വീഴാത്തോണ്ട്, യഥാർത്ഥമായ അഭിഷേകത്തിന്റെ നിറവിൽ ജീവിക്കാത്ത ഒത്തിരി പേരുണ്ട്. അഭിഷേകമില്ല. ഈവൻ പാസ്റ്റർമാരുടെ മക്കളിൽ പോലും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. പക്ക ലോകമായിട്ട് പോകാൻ ഏറ്റവും അടുത്ത് ചാടുന്ന ഇവരാണ്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ സ്തോത്രം അങ്കി വെണ്മയായി വെടിപ്പായി വ്യക്തിപരമായി കാത്തു സൂക്ഷിച്ചോണം. ആമേൻ. വ്യക്തിപരമായിട്ട് കാത്ത് സൂക്ഷിച്ചോണം. ഒത്തിരി പേരിലില്ല ഈ സ്തോത്രം. വേർപാടുള്ള ജീവിതം, വിശുദ്ധ ജീവിതം മിക്കവരിലും ഇല്ല. മനസ്സിലാക്കണം, ഇത് പാസ്റ്റർമാർക്കുള്ള ഉത്തരവാദിത്വം മാത്രമായി തീർന്നേക്കോ ഇപ്പൊ. മനസ്സിലായി? പാസ്റ്റർ വേണം മര്യാദയ്ക്ക് ജീവിച്ചാൽ. ഞങ്ങൾ ഇങ്ങനെ കുത്തി പറഞ്ഞ് നടക്കും. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ പണ്ട് ആരാണ്ടൊക്കെ മാരേജ് നിന്നിരുന്നു, അപ്പച്ചന്മാരൊക്കെ ഇരുന്നതിന്റെ തഴമ്പുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കുന്നല്ലാതെ ഞങ്ങൾ ആരും തഴമ്പും കണ്ടിട്ടില്ല, ആനയും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. കരങ്ങൾ ദൈവത്തെ ബോധപ്പെടുത്തിയാട്ടെ. ഉറക്കമില്ലെങ്കിൽ കരങ്ങൾ ദൈവത്തെ ബോധപ്പെടുത്തിയാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിക്കോദിമോസിനോട് പറയുന്ന ഒരു കാര്യമാണ്. നിക്കോദിമോസിന്റെ പ്രശ്നം എന്നാണെന്നറിയോ? നിക്കോദിമോസിന്റെ പ്രശ്നം താൻ അറിവുള്ളവനാണ്. അതാണ് ഒരു വലിയ പ്രശ്നം. താൻ അറിവുള്ളവനാണെന്ന് എല്ലാവരും അംഗീകരിച്ചോണം. മച്ചാന് പകല് വരാൻ പറ്റില്ല, രാത്രി വരാനേ പറ്റുള്ളൂ. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭക്തി. അങ്ങനെയുള്ളവരുണ്ട്. അസമയത്ത് വന്ന് ഭക്തി കാണിക്കുന്നവരുണ്ട്, അസ്ഥാനത്ത് ഭക്തി കാണിക്കുന്നവരുണ്ട്. ഒരു കാര്യമില്ല കേട്ടോ, ദൈവം സ്ട്രെയിറ്റ് ആണ്, കർത്താവ് സ്ട്രെയിറ്റ് ആണ്.
അസമയത്ത് സ്തോത്രം രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക, രഹസ്യത്തില് കർത്താവിന് ആലോചന ചോദിക്കണം, പ്രവാചകനെ കാണാൻ പോവുക, അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു കാര്യം പറയാം, പോകത്തില്ല. അവൻ ചിന്തിക്കുന്നത് അവൻ ബുദ്ധിമാനാണല്ലോ. അല്ലെങ്കിൽ കാര്യം കർത്താവിന് അറിയാത്തതല്ലേ നിക്കോദിമോസിന് അറിയാവുന്നത്, അല്ലെ? അങ്ങനെ ചിലരുണ്ട്, കർത്താവിനൊന്നും അറിയത്തില്ല, ഞങ്ങളല്ലേ ഇവിടുത്തെ സ്തോത്രം വളരെ പണ്ഡിതന്മാരായിട്ടിരിക്കുന്നത്, ഞങ്ങൾ പറയുന്നതിന് അപ്പുറം വല്ലതും നടക്കുമെന്ന്. പക്ഷെ ദൈവരാജ്യത്തിന്റെ പദ്ധതി ദൈവം തീരുമാനിക്കും. മനസ്സിലാവുന്നുണ്ട്? ആരെത്ര ഉന്നതൻ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ദൈവ പദ്ധതി ദൈവഹിതപ്രകാരം നടക്കുന്നുള്ളൂ. ആമേൻ. കരങ്ങൾ തീർത്ത് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നിക്കോദിമോസിനോട് അത് പറഞ്ഞു. സ്തോത്രം. അവിടെ വായിക്കുന്നത് സ്വർഗത്തിൽ കയറിയിട്ടില്ല, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. 15-ാം വാക്ക്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും താക്കോൽ വാക്യം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ പുത്രനാകുന്ന യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പുത്രനാകുന്ന യേശു ക്രിസ്തു ഏകനാണ്, സർവശക്തനാണ്. പക്ഷെ അവൻ പിതാവിന്റെ ഏകജാതനാണ്, ദൈവത്തിന്റെ പ്രിയപുത്രനാണ്. വിശ്വസിക്കുന്നുണ്ടോ? അവൻ അയക്കപ്പെട്ടവനാണ്. വിശ്വസിക്കുന്നുണ്ടോ? സ്വർഗത്തിലൊരു പിതാവുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? താൻ സ്വന്തം മനുഷ്യ സദൃശ്യത്തിൽ പുത്രനെ അല്ലാതെ മറ്റേ ആരെ അയക്കാനില്ലാതെ വന്നപ്പോൾ തന്റെ ഏകജാതനെ അയച്ചു. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാത്ത ഒത്തിരി പേരുണ്ടെന്നേ. ഇതിനെ തർക്കിക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്, മത്സരിക്കുന്നവരുണ്ട്, സത്യം പറയുന്നവന് നേരെ മുറുകുന്നവരുണ്ട്, ഒരു പല്ല് കടിക്കുന്നവരുണ്ട്. ഇതൊന്നും ദൈവവചനത്തിന് മാറ്റം വരുത്തത്തില്ല. നിന്റെ ആയുസിൽ അവസരം നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ. ദൈവവചനത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിക്കോദിമോസിനോട് പറഞ്ഞു, തന്റെ ഏകജാതന പുത്രനാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവ പിതാവായ ദൈവപുത്രനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് ഈ ലോകത്തെ സ്നേഹിച്ചു. നിക്കോദിമോസേ, നീ ആ ലോകത്തിലാണ് കിടക്കുന്നത്. നീ വലിയ അറിവുള്ളവനായിരിക്കും, പക്ഷെ നീ ലോകമാണ്. നീ സ്വന്തം ഒത്തിരി സിനഗോഗിൽ പഠിപ്പിക്കുന്നവരുണ്ട്, പക്ഷെ നീ ലോകമാണ്. സ്വന്തം നീ ഒത്തിരി അറിവുള്ളവനാണ്, സർട്ടിഫിക്കറ്റ്, പക്ഷെ നീ ലോകമാണ്. അതാണ് ശരി, അല്ലെ? ലോകത്തെ സ്നേഹിച്ചു. അടുത്ത വാക്യം, ലോകത്തെ സ്നേഹിച്ചു. ശ്രദ്ധിക്കണം, ദൈവ പിതാവായ ദൈവം തന്റെ പുത്രനെ, യേശു ക്രിസ്തു ദൈവപുത്രനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് പറയുമ്പോ ചിലരെയൊക്കെ ദൈവത്തിന് ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുന്നവൻ ഈ ലോകവും ഈ അവസ്ഥയെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നവൻ സ്വർഗത്തിലൊരു ദൈവമുണ്ട് 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 എന്ന് പറയുന്നല്ലാതെ ഈ ദൈവത്തെ കണ്ടതാരാ? ആ ദൈവത്തെ കണ്ടതാരാ? ആരും കണ്ടിട്ടില്ല. അവിടുന്ന് ഒരു പ്രവാചകം വന്നു, നോ നോ നോ, നടക്കത്തില്ല. കാര്യം ദൈവം ഏത് വിധത്തിൽ നിന്ന് ദൈവരൂപത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിച്ചവൻ പറഞ്ഞതേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? മനുഷ്യർ പലതും പറയുന്നുണ്ട്, പക്ഷേ ദൈവരൂപത്തിൽ ഇരിക്കുന്ന ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ആ അവസ്ഥകളിലൂടെ കടന്നുപോയ ഒരുവൻ ജഡമെടുത്ത് ഇവിടെ വന്ന് നമ്മളോട് പറഞ്ഞാൽ അത് വിശ്വസിക്കാം. കാര്യം ഇത് പറയുന്നതിന് തുണ നിൽക്കുന്നവൻ സ്വർഗത്തിലെ പിതാവാണ്. അടുത്തത് എന്താണെന്നറിയോ? ഇതൊക്കെ പറയുന്നതിന് തെളിവുണ്ടോ? അതല്ലേ അടുത്ത ചോദ്യം. സ്വർഗത്തിലൊരു ദൈവം ഉണ്ടെന്നും ആസ്വാദനം അവനിൽ നിന്നാണ് ദൈവോത്തരം വന്നിരിക്കുന്നതിനൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കാൻ തെളിവുണ്ടോ? ഉണ്ട്. തെളിവ് എന്താണെന്നറിയാമോ? ദൈവം അയച്ച പരിശുദ്ധാത്മാവാണ് നമുക്ക് തെളിവ്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാരും അവിടെ കിടന്ന് കളിക്കും, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരക്ഷരം വേണ്ടതില്ല. അതാണ് ഇന്ന് വന്ന ഏറ്റവും വലിയൊരു പരാജയം. പലർക്കും വന്ന പരാജയമാണ്. പിതാവിനെ കുറിച്ച് പറയും, പുത്രൻ പിതാവിൽ നിന്ന് വന്നിരിക്കുന്നു പറയും, ലോകത്തിൽ വെളിപ്പെട്ട ലോകത്തിലെ ചരിത്രങ്ങളും കാര്യം പറയും. വ്യക്തിപരമായിട്ട് നിനക്ക് എന്നാ സ്വന്തം ബന്ധമുള്ളതെന്ന് വെച്ചാൽ പലരും അവിടെ കിടന്ന് കുഴയുന്നല്ലാതെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകി. എങ്ങനെ നൽകി? പുത്രനാകുന്ന യേശു ക്രിസ്തു കാൽവരിയിൽ തകർക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. 40 നാൾ സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയി. ഉയർത്തെഴുന്നേറ്റ് വന്ന് പിതാവിന്റെ അടുക്കലേക്ക് കയറിപ്പോയി. ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കയറി അവർക്ക് പ്രതിഫലങ്ങളെ കൊടുത്തു. അപ്പോൾ സ്തോത്രം, സ്വർഗത്തിലേക്ക് കയറിയ ദൈവപുത്രൻ വീണ്ടും ലോകത്തിലേക്ക് വന്ന് 40 നാൾ സ്തോത്രം അപ്പോസ്തലന്മാരുടെ കൂടെ അല്ലെ ശിഷ്യഗണങ്ങളോട് കൂടെ വന്നു. 40 നാൾ തികച്ചതിന് ശേഷം വീണ്ടും സ്വർഗത്തിലേക്ക് കയറിപ്പോയി.
അപ്പോൾ ഇത് നടന്നു എന്നുള്ളതിന് തെളിവെന്താ? എന്നിലേക്ക് വന്ന പരിശുദ്ധാത്മാവാണ് അതിന് തെളിവ്. 2000 വർഷം മുമ്പ് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരുക്കപ്പെട്ടിരുന്നവരിൽ ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് അവരിൽ വസിച്ചുകൊണ്ട് അവർ ക്രിസ്തുവിന് സാക്ഷികളായി തീർന്നു. ഇതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞിട്ട് കർത്താവിന്റെ സാക്ഷികളായി തീർന്നോ? യെരുശലേമിലും യഹൂദയിലും ശമരിലും ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതാണ് ദൈവ സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളതിന് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവം മനസ്സിലാവും. 2000 വർഷമായി ദൈവസഭയുടെ അനുഭവത്തിൽ ദൈവസഭയുടെ ഭാഗമായി വന്നവർ, യേശുക്രിസ്തു വിശ്വസിച്ചവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ കർത്താവിന് സാക്ഷ്യം വഹിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഹല്ലേലൂയ. പല പഠനങ്ങളും പല തത്വങ്ങളും എല്ലാം കടന്ന് കളിച്ച് ഇന്ന് 2000 വർഷം കഴിഞ്ഞ് 2025 ഇപ്പൊ നിൽക്കുക അല്ലേ? ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് വളരെ അടുക്കലായിരിക്കും നമ്മൾ ഒരുങ്ങുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ജാതികളിലുള്ള ദുർനടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? നമ്മൾ ദൈവകൃപ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ജാതികളോട് കൂട്ടുകെട്ടാൻ പോകും. ഇന്ന് പകന്നേരം അടിവരയിട്ടെന്ന് തീരുമാനമെടുക്കുക, കൂട്ടുകെട്ടാൻ പോകരുത്. നമ്മൾക്ക് കുടുംബാംഗങ്ങളാണെങ്കിൽ രക്ഷിക്കപ്പെടാത്തവൻ അവൻ ജാതിയാണ്. നമ്മുടെ സ്വന്തം വീട്ടിൽ രക്ഷിക്കപ്പെടാത്തവൻ ജാതിയാണ്. നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ വീടും കൂടപ്പിറപ്പുകളും വീട്ടാരെ എല്ലാം ഒഴിച്ചു നിർത്തിയാണ് കാണുന്നത്. പക്ഷെ കർത്താവ് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. കർത്താവ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. തിരിച്ചറിയണം, അവൻ ജാതിയായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. രക്ഷിക്കപ്പെടാത്ത ഒരുവൻ കുടുംബത്തിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥന നടക്കുകയോ കൂട്ടായ്മ നടക്കുകയോ ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടാത്തവന് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കരുത്. അവനെങ്ങനെ രക്ഷിക്കപ്പെടാത്തവൻ ഏത് ആത്മാവിലിരിക്കുന്നത്? അത് പറയുമ്പോഴല്ലേ വിഷയം. അത് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു കാലഘട്ടം വേണ്ടടാ, ഇരുന്ന് കേക്ക, അവന്റെ ഇരിക്കുന്ന ഭൂതം നിന്റെ ജീവിതത്തിൽ കൂടെ കയറി വരും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇന്ന് പകൽ നേരം നമ്മൾ വിശുദ്ധി വളരെ സൂക്ഷിച്ചാൽ മതിയാകത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറയട്ടോ, രക്ഷിക്കപ്പെടാത്തവരിരുന്ന് പ്രാർത്ഥന കൂടുമ്പോൾ അതിന്റെ കൂടെ പോയിരിക്കരുത്. 2 വാക്ക് പറയാം. നീ എന്തിനാ പോയിരിക്കുന്നത് അതിന്റെ കൂടെ? അവനോട് സുവിശേഷം പറ, രക്ഷയുടെ സത്യം പറ, വീണ്ടും ജനിക്കാൻ പറ. ഈ വക കാര്യങ്ങളും വിഗ്രഹാരാധനയൊക്കെ വിട്ടിട്ട് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരാൻ പറ. ഹല്ലേലൂയ. സ്നാനപ്പെടാത്തവരെ സ്നാനപ്പെട്ട് വേർപെടാൻ പറ. ആത്മാവിൽ ആരാധിക്കാൻ പറ. അല്ല വലിയ പള്ളിയും സെമിത്തേരിയും കണ്ടിട്ട് പോകാനല്ല പറയേണ്ടത്. അത് ഈ പകൽ നമ്മൾ ഉറച്ചിരുന്നോണം. വേർപാട് കൃത്യമായി നമ്മൾ സൂക്ഷിച്ചോളാം കേട്ടോ. ഹല്ലേലൂയ. കാര്യം ജാതികളിലുള്ള, പിന്നെ എന്നാ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. അവിടെ വായിക്കുന്നത് സ്തോത്രം, ഓരോരുത്തർ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല. സ്തോത്രം. ഹല്ലേലൂയ. കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും. കണ്ട വിഷയങ്ങൾക്കെല്ലാം പോകുമ്പോ നിന്റെ പാത്രം നഷ്ടപ്പെടുമെന്ന് നോക്കണം. നീ തിരിച്ച് രോഗിയും ഭ്രാന്തുമായിട്ട് വന്ന് കയറരുത്. അതുകൊണ്ട് ദൈവകൃപയിൽ നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഈ വചനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നിക്കോദിമോസിനോട് പറഞ്ഞ കാര്യം നമ്മൾ കണ്ടു അല്ലേ? അടുത്ത എന്താണ്? അടുത്ത വാക്യം ഒന്ന് വായിച്ച, വേഗം ഭാഗം ഒന്ന് വായിച്ചൊക്കെ നിർത്താം. 3-ാം അധ്യായത്തിന്റെ അകത്ത് 17 മുതൽ ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. കണ്ടോ? ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. വിശ്വസിച്ചു എന്ന് വാഗൊണ്ട് പറഞ്ഞാൽ വിശ്വാസം ആകുന്നില്ല. വിശ്വസിച്ചവൻ എന്ത് ചെയ്യണമെന്ന് കർത്താവിന്റെ കൽപ്പനയുണ്ട്. അത് ചെയ്യണം, വേർപെടണം. അവൻ ആ വിശ്വസിച്ചവൻ. മനസ്സിലായോ? ഹല്ലേലൂയ. അങ്ങനെ വേർപെട്ട് ജീവിക്കാൻ റെഡിയാകണം. അവനെ ന്യായവിധി ഇല്ലാത്തുള്ളൂ. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുന്ന ഒരുവൻ അല്ലെങ്കിൽ പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിലല്ല, ഈ പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിലേക്ക് പോകുന്ന എപ്പോഴാണെന്നറിയാവോ? ഈ ജാതികളുമായിട്ടുള്ള കൂട്ടുകെട്ട് വരുമ്പോഴാണ് അങ്ങോട്ട് പോകുന്നത്. ജാതികളുമായിട്ടുള്ള കൂട്ടുകെട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകും. എന്നിട്ട് വീട്ടിൽ നീ അടിമുതുകത്തിപ്പെടും, നീ കിടന്ന് നിലവിളിക്കും. ഇതുണ്ടാകരുത്. ഞാനൊരു കാര്യം പറയാം കേട്ടോ, രക്ഷിക്കപ്പെടാത്തവരോട് സൂക്ഷിച്ച് സംസാരിക്കണം. ആമനൊക്കെ പറയാം, ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാ. രക്ഷിക്കപ്പെടാത്തവനോട് സൂക്ഷിച്ച് സംസാരിക്കണം. അവനോട്ട് ഉടക്കാനും കോർക്കാനും പോകരുത്.
നിന്റെ നാവിന്റെ ബലം കാണിക്കേണ്ടത് അവന്റെ മുമ്പിലല്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം കാര്യം ചെയ്യുവാനായിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കണം, അവൻ സ്വന്തം ഒന്ന് ചിന്തിക്കുമ്പോൾ പിശാച് അവന്റെ കൂടെ നിൽക്കുകയാണ്. കർത്താവിന് വ്യവസ്ഥയുണ്ട്. നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പുറത്തുള്ളവരോട് മര്യാദയായിട്ട് നടക്കാൻ. നീ മര്യാദയോട് കാണിച്ചിട്ട് നീ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? പുറത്തുള്ളവരോട് മര്യാദ സംസാരിക്കുന്നത് നിനക്ക് പറ്റില്ല, ഇടപെടാൻ പോകരുത്, മാറ്. ഹല്ലേലൂയ. ചിലരെന്ത് കിടക്കുന്നത് ഈ ആഖാൻ കാണിക്കുന്നത് പോലെ രഹസ്യത്തിൽ പോയി ബാബിലോണിയ മേലങ്കയും പൊന്നും എല്ലാം കൊണ്ടുവന്നിട്ട് കൂടാരത്തിന്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് കയ്യും കെട്ടി അപ്പുറത്ത് പാട്ടും പ്രാർത്ഥന സോദരി എന്നാന്ന് അറിയത്തില്ല, ഭയങ്കര പോരാട്ടമാണ്. നീ ഈ രഹസ്യത്തിൽ കാണിച്ച പണി നീ പുറത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതാരും പറഞ്ഞിട്ടില്ല. ചോദിക്കുമ്പോഴെല്ലാം പറഞ്ഞ് ഞാൻ ഒരു കുഴപ്പം കാണിച്ചിട്ടില്ലെന്ന്, ആവശ്യമില്ലാതെ എന്നെ സംശയിക്കരുതെന്ന്, ആവശ്യമില്ല. കള്ളന്റെ ഏറ്റവും വലിയ അളവളതാണ്. അവൻ തെറ്റ് കാണിച്ചിട്ട് അനങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും വലിയത്. അതുകൊണ്ട് സൂക്ഷിക്കണം, പുറത്തുള്ളവരോട് മര്യാദയായിട്ട് ഇടപെടണം. ഇന്നിതൊരു ദൂതാണ്. ഹല്ലേലൂയ. മര്യാദയായിട്ട് ഇടപെടാനാ പറഞ്ഞേക്കുന്നത്. അവന്റെ തോളെ കൈയിട്ട് നടക്കാൻ പറഞ്ഞില്ല. അവൻ പറയുന്നിടത്തെല്ലാം നീ നിൽക്കാൻ പറഞ്ഞില്ല. നീ അനാവശ്യമായ കാര്യം ഇടപെടാൻ പോകരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. സൂക്ഷിച്ചാൽ, നമ്മുടെ നാട്ടിൽ വരുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. തുറന്ന് വായിച്ചേ. വായിച്ചേ. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഞാനൊരു കാര്യം പറയാം, എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ രക്ഷിക്കപ്പെടാത്തവരെ നമ്മൾ ഫോൺ വിളിക്കും. അവരോട് നമ്മൾ പണ്ടത്തെ പോലെ തന്നെ സംസാരിക്കുക. അവിടെ എന്നെ ഐ ഡി, ഇവിടെ എന്നെ ഐ ഡി, അവിടെ എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, അവരെങ്ങനെയാണ്, അവരങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. നീ ഈ എന്നെ സ്വത്രം ഈ സ്നേഹിക്കാൻ പോകുന്ന ആരെയാന്ന് രക്ഷിക്കപ്പെടാത്ത ഇത്. നീ അവർ ഓൾറെഡി അവർ പാപത്തിലാണ്. നീ പഴയ പാപസ്വഭാവം എടുക്കുന്നതിനാ. എല്ലാ രഹസ്യത്തിൽ നിന്ന് കേട്ടിട്ട് അവർ ഉപദേശിക്കും. പിശാച് നിന്നെ കണ്ട് ചിരിക്കുക. നിന്റെ സ്വഭാവം കണ്ടിട്ട് മാനസാന്തരപ്പെടണം. ദൈവസന്നിധിയിൽ അങ്ങനെ ഒരു സ്വഭാവം മാനസാന്തരപ്പെടണം. രക്ഷിക്കപ്പെടാത്തവരോട് ഒരു കൂട്ടുകെട്ടിനും പോകരുത്. വായിച്ചേ, തുറന്ന് വായിച്ചേ. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ഇതാണ് നമ്മുടെ പ്രശ്നം. ആളുകളെ ജാതികളെ പോലെ ദുർനടപ്പിലാകരുതെന്ന് പറഞ്ഞു, കാമാർത്ഥികളിലാകരുതെന്ന് പറഞ്ഞു. ഇത് കാമാർത്ഥി എന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്ക് പാപസ്വഭാവ പ്രകാരം അസൂയുള്ളവരുണ്ട്, ശാക്തിയുള്ളവരുണ്ട്, കോപമുള്ളവരുണ്ട്, പരദൂഷണം പറയുന്നവരുണ്ട്. ഇല്ലാത്തോണ്ടാക്കി പറയും. ചിലർക്ക് അങ്ങനെ ഭയങ്കര കഴിവാണ്, ഇല്ലാത്തോണ്ടാക്കി പറയും, അല്ലേ? ഇല്ലാത്തത് ഇങ്ങനെ പെരുപ്പിച്ച് പറയും, ഉണ്ടാക്കി പറയുന്ന സ്വഭാവമുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തായി തീരും നിന്റെ അവസാനം? ഞാനൊരു കാര്യം പറയാം, ജാതികൾക്ക് കുഴപ്പമില്ല, അവൻ ലോകപ്രകാരം പോകും, മുമ്പോട്ട് ജീവിച്ചു പോകും. പക്ഷെ നീ വലഞ്ഞു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നീ പ്രമാണത്തിൽ വന്നേ പറ്റൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും. സ്തോത്രം. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ന്യായവിധി ഒന്നും വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു. അതാണ് വിഷയം. ഇവൻ നോക്കുമ്പോഴേ എപ്പോഴും നീതി, ന്യായവും സത്യമൊന്നും പറയാൻ പറ്റത്തില്ല. എപ്പോഴും മറ്റുള്ളവനെ കിള്ളി സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നീ വെളിച്ചത്തെ അല്ല സ്നേഹിക്കുന്നത്, നീ ഇരുളിനെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഇപ്പോഴും നിന്നിലെ ആ പഴയ സ്വഭാവമില്ലേ, അത് മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. അടുത്ത് വായിച്ചേ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം, ശ്രദ്ധിക്കണം, നന്മയല്ല കേട്ടോ, തിന്മ. വെളിച്ചത്തെ പകയ്ക്കുന്നു. ഞാനൊരു കാര്യം പറയാം, ഇത് നമുക്കറിയാം. എന്താണ്? തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ അവർ വെളിച്ചത്തിലേക്ക് കണ്ടോ. തിന്മ പ്രവർത്തിക്കുന്നവൻ തിന്മയാ പ്രവർത്തിക്കത്തുള്ളൂ, തിന്മയാ സംസാരിക്കത്തുള്ളൂ, തിന്മയാ ചിന്തിക്കത്തുള്ളൂ. തിന്മയാ, അവന്റെ കുടുംബം മുഴുവൻ തിന്മയായിരിക്കും. അവൻ സ്തോത്രം വെളിച്ചത്തിലേക്ക്, നന്മയിലേക്ക് വരത്തില്ല. നന്മയിലേക്ക് വന്നാൽ അവന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവൻ സ്തോത്രം വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും തിന്മ ചെയ്യും. അല്ലെങ്കിൽ അവൻ നന്മയിലേക്ക് വന്നാലും അവൻ ചെയ്ത തിന്മയെക്കുറിച്ച് അവനെ ഓർപ്പിപ്പിക്കുകയുണ്ട്. അവൻ നന്മ ചെയ്യുന്നതിൽ അധികം തിന്മ ചെയ്യാനാണ് പ്രിയപ്പെടുന്നത്. ഇതാണ് ഈ ലോകത്തിന്റെ വ്യവസ്ഥ. രക്ഷിക്കപ്പെടാത്തവൻ എത്ര ചിരിച്ചു കാണിച്ചാലും എത്ര കാണിച്ചാലും അവന്റെ ഉള്ളിൽ പാപമുണ്ട്. ആ
ആ പാപ സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത്. എത്ര സൗഹൃദം പ്രവർത്തിച്ചാലും ഉള്ളിൽ പാപം കിടപ്പുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അവൻ ആരായാലും, എൻ്റെ കൂടപ്പുറപ്പായാലും ശരി, രക്തബന്ധമായാലും ശരി, ആരായാലും ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് അവരെ കൂടുതൽ അങ്ങോട്ട് നമ്മൾ വെള്ളം ഊശാൻ പോകരുത്. നമ്മൾ ആരോട് കൂട്ടുകൂടുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. വായിച്ചേ. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുക. കണ്ടോ? അതാണ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളുടെ പ്രവൃത്തി ദൈവത്തിൽ ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? കർത്താവാണ് എൻ്റെ വാക്കുകൾക്ക് സാക്ഷി. ഞാൻ പറയുന്നതല്ല, എൻ്റെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പലര്, പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം. ചിലർക്ക് സ്തോത്രം, അവർക്ക് അവരെന്ത് പറയുന്നു അത് മാത്രം മറ്റുള്ളവർ കാണുക, കേൾക്കുക, അറിയുക. അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ ഒന്നും അറിയാനോ അന്വേഷിക്കാനോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. ആ രീതിയിൽ രഹസ്യ സ്വഭാവത്തോടു കൂടിയായിരിക്കും പലരും നിൽക്കുന്നത്. പക്ഷെ അതുകൊണ്ട് എന്നാണെന്നറിയോ, ചിലരുടെ വിഷയം പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കാണാവുന്ന കാര്യമാണ്. സ്തോത്രം, അവർ കാര്യങ്ങൾ പറഞ്ഞ്, ഒരു കാര്യം പറഞ്ഞ് വേറൊരു കാര്യം പറഞ്ഞ് മറ്റൊരു കാര്യം പറഞ്ഞ് ഇങ്ങനെ വളച്ചൊടിക്കുകയാണ്. ശരിയായി ഇവരുടെ വീട്ടിലോ കുടുംബത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ വളരെ കാര്യമായ പ്രശ്നമുണ്ട്. അത് അവരറിയാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അവരത് മൂടി വെച്ച് ചെയ്യുകയാണ്. ഇത് തന്നെയല്ലേ ഹല്ലേലൂയ ആര് ചെയ്തത്? പണ്ട് ഏദൻ തോട്ടത്തിൽ ചെയ്തത്. എന്നാ ചെയ്തേ? ഏദൻ തോട്ടത്തിൽ എന്നാ സംഭവിച്ചു? എന്നാ പറ്റി? പിടിക്കില്ലേ? ഏദൻ തോട്ടത്തിൽ എന്നാ പറ്റി? ഹൗവ എന്നാ പറഞ്ഞു? പാമ്പ് എനിക്ക് തന്നു, ഞാൻ തിന്നു. ആ കുറ്റം ആരുടെ തലയിലായി? പാമ്പിന്റെ തലയിലായി. തിന്ന നീയോ? തിന്ന ഞാൻ കുറ്റക്കാരിയൊന്നുമല്ല, തന്ന ആളാണ് അവരെ കുറ്റക്കാരി. ഈ സ്വഭാവം ഇന്ന് അനേകരുടെ ഉള്ളിലുണ്ട്. ആ ഏദൻ തോട്ടത്തിലെ അന്ന് തുടങ്ങിയ ആ പാപ സ്വഭാവം ഇന്നും ഉണ്ട്. പുരുഷനോട് ചോദിച്ചു, നീ എങ്ങനെയാ കിട്ടിയേ? സ്ത്രീ തന്നു, ഞാൻ തിന്നു. സ്ത്രീക്ക് എങ്ങനെ കിട്ടിയ? പാമ്പ് തന്നു, ഞാൻ തിന്നു. പാമ്പിനോട് ചോദിച്ചപ്പോ ഒന്നും പറയാനില്ല. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാൻ കേട്ടോ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ആരെയും ചാരാൻ പോയേക്കരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, എനിക്ക് വേണ്ടി ഉപവസിച്ചില്ല, എനിക്ക് കാര്യം പറഞ്ഞു തന്നില്ല. നിന്റെ കയ്യിൽ 66 പുസ്തകം കയ്യിലിരിപ്പുണ്ട്. നീ രക്ഷിക്കപ്പെട്ടതാണോ? അഭിഷേകമുള്ളവനാണോ? ദൈവസന്നിധി മുട്ടുമടക്ക്, ദൈവത്തോട് ചോദിച്ച് നീ ആലോചന. നീ എന്താ ചെയ്യാത്തെ? നീ എന്തേ ദൈവത്തോട് ചോദിക്കാത്ത? ദൈവത്തോട് പ്രാർത്ഥിക്കാത്തത്? ദൈവത്തോട് കാര്യാലോചന നടത്താത്ത എന്താ? അല്ലേ? ഹല്ലേലൂയ. ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അടുത്തത്, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം ശ്രദ്ധിക്കണം, തിന്മ പ്രവർത്തിക്കുന്നവരാരും വെളിച്ചത്തെ സ്നേഹിക്കുന്നില്ല കേട്ടോ. ഒരു കാര്യം പറയാം, ഒരു കള്ളം പറഞ്ഞാൽ അവൻ ആ കള്ളം മറയ്ക്കാൻ അടുത്തൊരു കള്ളം പറയും, ആ കള്ളം മറയ്ക്കാൻ അടുത്ത കള്ളം പറയും. അവൻ ജീവിതം മുഴുവനും ഈ ഓൾട്ടർ ചെയ്ത് കൊണ്ട് കിടക്കുകയാണ്. ചിലരുടെ ലൈഫ് അങ്ങനെയുണ്ട്. ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റ് മറയ്ക്കാൻ മറ്റൊരു തെറ്റ്, ഇല്ലേ? ആ തെറ്റ് പിന്നെ അടുത്ത് പറയുന്ന, അടുത്ത് മറയ്ക്കാൻ അടുത്ത തെറ്റ്. അതിൽ പറയുന്ന എല്ലാം നുണയായിരിക്കും. പിന്നീട് അവസാനം ഉണ്ടാകുന്ന എന്നാ പറയും, ഇവരെ കുറിച്ചുള്ള വിശ്വസ്തത നഷ്ടപ്പെടും, ഇവരെ കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടും. അവരെ കുറിച്ച് പറയും, അത് അവര് ശരിയല്ലല്ലോടാ. ഒരു കാര്യം പറയുന്നത് ഒരു വായിക്കത്തും പല വാക്ക് പറയുന്നുണ്ട്. കാര്യം ചോദിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണ്. എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് ചോദിക്കും. അപ്പം സാക്ഷ്യം നഷ്ടപ്പെടും അങ്ങനെയുള്ളവരുടെ കാര്യത്തില്. കുറച്ചാലും വീട് പോകുകയും ചെയ്യും, ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് വീണു. കാര്യം അവരെ കൊണ്ട് പറ്റില്ല, ഇങ്ങനെ ഈ രഹസ്യ സ്വഭാവം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടായി നടക്കുന്നറിയോ? മാനസാന്തരപ്പെടാത്തോണ്ട്. വായിച്ച അടുത്ത ഭാഗം. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. കണ്ടോ? വെളിച്ചത്തിലേക്ക് വരുന്നു. അതിന്റെ ശേഷം അല്ല, അതിന്റെ 20 വാക്യം തിന്മ, 20-ാം വാക്യം മിണ്ടിയില്ലല്ലോ. 20-ാം വാക്യം വായിച്ച തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. അടുത്തത്, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പലരും കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് വരാത്ത, നമ്മളിൽ മുറുകെ പറ്റുന്ന പാപം. ഇന്നലെ നമ്മൾ വായിച്ചു അല്ലെ? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ മുറുകെ പറ്റുന്ന പാപം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വെളിച്ചത്തിലേക്ക് വരാത്തത്. കാര്യം നമ്മൾ ചിലതൊക്കെ വിടും, അകത്ത് ഉറങ്ങി കിടക്കുന്നൊന്നും വിടത്തില്ല. അതാണ് ഒത്തിരി പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ഇന്നത് ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഉറങ്ങി നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന ആ പാപത്തെ ഒന്ന് വിടണം.
നീ പാപം ചെയ്താൽ മറ്റാർക്കും അല്ല ദോഷം, നിനക്ക് തന്നെ ദോഷം. നീ പാപം ചെയ്താൽ മറ്റാരും തകരില്ല, നീ മാത്രമേ തകരത്തുള്ളൂ. അല്ലേ? ഹല്ലേലൂയ. പണ്ടൊരു ചൊല്ലുണ്ട്, എന്നാ പറയുക, നീ വിഷം കുടിച്ച് മറ്റൊരുത്തൻ ചാകാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. ഇങ്ങനെയാണ് പാപം ചെയ്ത. നീ വിഷം കുടിച്ചിട്ട് മറ്റൊരുത്തൻ ചാകാൻ വേണ്ടി നോക്കിയിരിക്കും. ഇതാണ് പാപം ചെയ്താലുള്ള പ്രത്യേകത. ഹല്ലേലൂയ. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗം കൂടെ യോഹന്നാൻ സുവിശേഷം നമുക്ക് വായിക്കണം. ഹല്ലേലൂയ. അതിൻ്റെ 6-ാം അധ്യായം അതിന് 41-ാം വാക്യം മുതൽ വായിച്ചേ. വായിച്ചു. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പിറുപിറുത്തു. ഇവൻ യോസേഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അടുത്തത്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിലേക്ക് വന്ന അപ്പമാകുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു അത് പറയുമ്പോൾ ഇസ്രായേലിന് ഒരു ചരിത്രമുണ്ട്. സ്വർഗത്തിൽ നിന്ന് മന്ന സ്വർഗത്തിലെ ദൈവം വർഷിപ്പിച്ചു. ഇസ്രായേൽ മക്കൾ അവരുടെ മരുഭൂ പ്രയാണത്തിൽ അത് പ്രാപിച്ചു, അത് ഭക്ഷിച്ചു. ദൂതന്മാരുടെ ഭോജനമായിരുന്നു. അവർ ഭക്ഷിച്ചു, ബലപ്പെട്ടു, അവർ യാത്ര ചെയ്തു. എന്നാൽ അന്ന് അവർക്ക് ജീവൻ നിലനിൽക്കേണ്ടതിന് വന്ന അപ്പം മന്നയാണെങ്കിൽ, ആ മന്നയാണ് സ്വർഗത്തിൽ വന്നെങ്കിൽ, ഇന്ന് ദൈവപുത്രനെ ലോകത്തിലേക്ക് നൽകിയിരിക്കുകയാണ്. എന്തിനായിട്ട്? നിത്യജീവനായിട്ട്, പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിനായിട്ട്. മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് മരുഭൂ പ്രയാണത്തിനാണ് ഈ ലോകത്തിൽ. നമ്മൾ ദൈവരാജ്യത്തിൽ എത്തുന്നത് വരെയും നമ്മൾ പ്രവാസത്തിലാണ്. നമ്മൾ ഈ മരുഭൂ പ്രയാസത്തിലാണ്, അല്ലേ? മരുഭൂ പ്രയാണത്തിലാണ്. പ്രയാണം, പ്രവാസം, അല്ലേ? അങ്ങനെ പ്രവാസത്തിലും പ്രയാണത്തിലും നമ്മൾ ആയിരിക്കുകയാണ്. നമ്മളിവിടെ ആ വചനം നോക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞ്, യേശുവിനോട് പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ. 44-ാം വാക്യം വായിച്ചേ. അറിയുന്നുവല്ലോ. എത്രാം വാക്യം വായിക്കുന്നത്? 44. വായിക്ക. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ. ഇവിടെ ശ്രദ്ധിക്കണം, പിതാവിനാൽ ആകർഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് പോലും കർത്താവിന്റെ അടുക്ക വരാൻ കഴിയത്തില്ല. കർത്താവിന്റെ തോളോട് ചാരി ഇരിക്കാൻ പറ്റും, പക്ഷെ കർത്താവ് ആകർഷിച്ചിട്ട് രക്ഷയുടെ പദ്ധതികളെ തുറക്കണമെന്നുണ്ടെങ്കിൽ ദൈവം പിതാവ് ആകർഷിച്ചേ മതിയാകത്തുള്ളൂ. അതായത് വലിയൊരു ജനാവലി കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരോട് ഓരോരുത്തരോടും ചോദിക്കുക, എന്തിനാ പോരുന്നേ? അവൻ എപ്പോഴും അടുത്ത അത്ഭുതം ചെയ്യുന്നത് കാണാൻ. അടുത്ത കൂട്ടരോട് വിശപ്പുണ്ടെങ്കിൽ തിന്നാൻ വല്ലതും കിട്ടും. അടുത്തത്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, മരിച്ചവരെ പ്രത്യേകിച്ച് ഉയർപ്പിക്കുന്ന ശുശ്രൂഷ ഞങ്ങൾ കണ്ടിട്ടില്ല, ഇതുവരെ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കത് കാണണം. ഇങ്ങനെ പലത് കാണാൻ വേണ്ടിയാണ് കൂടെ വരുന്നത്. വിശപ്പുണ്ടെങ്കിൽ എന്ത് കിട്ടും? അപ്പം കിട്ടും, കൂടെ മീൻ കിട്ടും. പിന്നെ സ്തോത്രം, കല്യാണ ഭവനം വല്ലതും ആണെങ്കിൽ, കല്യാണ വീട് വല്ലതും ആണെങ്കിൽ വീഞ്ഞില്ലെങ്കിൽ അതും കിട്ടും. ഇതിനൊക്കെയാണ് വലിയ കൂട്ടിന് പുറകെ നടക്കുന്നത്. കർത്താവിന് എന്നാ പറയാനുള്ളത്? പിതാവ് ആകർഷിച്ചവരെ, സ്വർഗത്തിൽ നിന്ന് ആകർഷിച്ചവരാരെങ്കിലും ഈ വലിയ കൂട്ടത്തിൽ ഒരുത്തനുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുക്ക വരും. അല്ലാത്തവർ ഈ നടപ്പ് നടന്ന് എങ്ങോട്ട് ചാടും? അഗ്നിക്കടലിൽ ചാടുകയുള്ളൂ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അത് എന്താണ് കർത്താവിന്റെ മിനിസ്ട്രി? എന്താണ്?
പിതാവിന്റെ കരത്തിൽ നിന്ന് ഏൽപ്പിക്കപ്പെട്ട് പുത്രന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടത് ആരാ കൊടുത്തത്? പിതാവ് കൊടുത്തത്. പുത്രൻ എന്ത് ചെയ്തു? പിതാവിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ തന്റെ രക്തം മറുവിലയായി കൊടുത്തു മേടിച്ചു. പുത്രന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ മനുഷ്യാത്മാവിനെയും ഒടുക്കത്തെ നാളിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അവർ ഉയർക്കുന്ന നിലവാരത്തിൽ അവരെ പണിതെടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് പുത്രനാകുന്ന യേശു ക്രിസ്തുവിനാണ്. പുത്രനാകുന്ന യേശു ക്രിസ്തു സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവാണ് നമ്മളിൽ ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെ പുത്രനാകുന്ന കർത്താവ് നിയന്ത്രിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളെ കഠിനമായ ശോധനയിലൂടെ കടത്തിവിടുമ്പോൾ കർത്താവിന്റെ ഉള്ളംകരത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ കാര്യപരിപാടിക്ക് ആയിരിക്കുന്നെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ആ ഭാഗം വായിക്കുന്നത് എല്ലാവരും ദൈവത്താൽ അതെങ്ങനെയാ? അത് പറഞ്ഞേ, പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരെങ്കിൽ മാത്രമേ നീ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവനാകുന്നുള്ളൂ. അതായത് ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ ഉപദേശിക്കും, ദൈവാത്മാവ് നിന്നെ ഉപദേശിക്കും, ശരി തെറ്റുകൾ നിന്നെ ഉപദേശിക്കും, നീ അതിന്റെ വഴികളെ ഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടോ? ദൈവാത്മാവ് നിങ്ങളെ ഉപദേശിക്കുന്നുണ്ടോ? പറഞ്ഞേ. ദൈവത്താൽ പരിശുദ്ധാത്മാവ് ദൈവമല്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപദേശിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് എങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പിതാവിൽ നിന്ന് എടുത്ത് നമുക്ക് അറിയിച്ചു തരികയാണ്. പിതാവിൽ നിന്ന് എടുത്ത് നമുക്ക് അറിയിച്ചു തരാണ് പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ ആവശ്യം സ്വർഗത്തിലെ പിതാവ് അറിഞ്ഞ് നമുക്കത് വെളിപ്പെടുത്തി തരികയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിന്റെ യഥാർത്ഥ ഡെഫിനിഷൻ അതാ കേട്ടോ. അവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നത് എങ്ങനെയാണ്? താൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ദൈവത്തോട് സമ്പർക്കം പുലർത്തുകയാണ്. ദൈവാത്മാവിൽ നമ്മൾ പ്രാപിക്കുന്ന രക്ഷയുടെ സത്യങ്ങൾ നമ്മുടെ നിത്യജീവനായിട്ട് അത് കണക്കാക്കപ്പെടും, അത് സ്വരൂപിക്കപ്പെടും. ആ വാക്യം ശ്രദ്ധിക്കണം. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും. ദൈവത്താൽ ഉപദേശിക്കപ്പെടുക, ദൈവത്താൽ ഉപദേശിക്കപ്പെടുക. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായി തീരണം ഞാനും നിങ്ങളും. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവരോ, അഭിഷേകം പ്രാപിച്ചിട്ട് ഇതുവരെ വചനം തുറന്ന് അതിൻ്റെ ഒരു കാര്യം പോലും ഗ്രഹിക്കാത്തവരോ, ദൈവത്തിന്റെ പദ്ധതി വന്നില്ല. അധികം കരയണം ദൈവസന്നിധിയിൽ, വളരെ കരഞ്ഞ് നെടുവീർപ്പോടെ ദൈവസന്നിധിയിൽ വരണം കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറയുക, വളരെ കരഞ്ഞ് ദൈവസന്നിധി വരണം. ഒരു ഇതുവരെ ദൈവസന്നിധികളിൽ കാളശബ്ദം കേൾക്കില്ല. നീ കാളശബ്ദം എങ്ങനെ കേൾക്കുന്നത്? കാളശബ്ദം ഒരു ഇൻസ്ട്രുമെന്റിന്റെ സൗണ്ട് അല്ല. ഇവിടെ കയറി വരുവിൻ എന്ന് കേൾക്കുന്ന ശബ്ദമാ. അത് ദൈവശബ്ദം കേട്ടവരെ ആ ശബ്ദം കേൾക്കത്തുള്ളൂ. ഇത് കേൾക്കുന്ന നമ്മുടെ ആത്മാവല്ലേ. നിങ്ങൾക്ക് ഇതുവരെ പറയാനുണ്ടോ? ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, ഇന്ന വചനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തോട് ഇന്നതുപോലെ ഇടപെട്ടു എന്ന് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചപ്പോൾ യോസേഫിന്റെ ഭാവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞു ആ ഭാവം എടുക്കാൻ പറഞ്ഞു. ഞാനിത് എടുക്കാതിരുന്നപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞു ആ ഭാവം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത് വായിച്ച് ധ്യാനിച്ചോണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ അകത്തെ മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് സംസാരിച്ചത്. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോന്നാ ചോദിച്ചത്. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടുണ്ടോ? ദൈവശബ്ദം കേട്ടിട്ടുണ്ടോ? ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടോ? ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടോ? അതാ വിഷയം. ഉണ്ടോ? ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടില്ലെങ്കിൽ ദൈവസന്നിധി പോകത്തില്ല. എങ്ങനെ പോകും? കാര്യം കർത്താവ് പറയുന്നത് എന്നാന്നറിയോ? ശ്രദ്ധിച്ചേ, കർത്താവ് പറയുന്നത് എന്നാന്നറിയോ? കുറെ പേർ അവിടെ ചെല്ലും, അവരോട് കർത്താവ് നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ ഫലസിച്ചു, ശാസിച്ചു, പിശാചിന്റെ വാലെ പിടിച്ച് തൂക്കി എറിഞ്ഞു. കർത്താവ് പറയും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ലെന്ന് പറയും. ഇത് വേറുള്ളവരോട് പറയാൻ നമ്മൾ റെഡിയാണ്. നമ്മളോടാ ഇത് പറഞ്ഞെന്നുള്ളത് ഒന്ന് ഗ്രഹിക്കണം കേട്ടോ. ശക്തമായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പൽസിച്ചു പ്രാർത്ഥിച്ചു. പിശാച് പോ പിശാചെ എന്ന് പറഞ്ഞു. രക്തം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. പിശാച് പോവുകയും ചെയ്തു. പോകൂന്നേ, കർത്താവിന്റെ നാമത്തിൽ പോകും. അടുത്ത ചോദ്യം, നീ ഞാനുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. നിന്റെ ആയുസിലെങ്ങാനും നീ എന്നെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. തിരുവെടുത്ത് വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. നീ പൊക്കോളാൻ പറയും.
ഇന്ന് ഒത്തിരി പെന്തക്കോസുകാർ ഈ ലെവലിലുണ്ട്. അവിടം വരെ എത്തിയിട്ടുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന എന്നാന്നറിയാവോ? പെന്തക്കോസ് കോളത്തിൽ എല്ലാവരും ചിന്തിക്കുന്നു ഇത് അങ്ങ് കത്തോലിക്കരോടോ ഓർത്തഡോക്സുകാരോടോ CSIക്കാരോടോ അല്ലെ അങ്ങനെയുള്ള അവര് സ്വർഗത്തിന്റെ പടിവാതിൽ കാണത്തില്ല, അത് വേറെ കാര്യം, അത് കാണത്തില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം പറയാം, ഭൂതങ്ങളെ പുറത്താക്കുന്ന രോഗം സൗഖ്യമാക്കുന്നതൊക്കെ എവിടെയാ ശുശ്രൂഷ നടക്കുന്നത്? പെന്തക്കോസിലല്ലേ. ഇത് എവിടെയാ ശുശ്രൂഷ നടക്കുന്നേ? രോഗശാന്തി നടക്കുന്ന എവിടെയാ? ഭൂതശാന്തി നടക്കുന്ന എവിടെയാ? ഈ പറയുന്ന ശുശ്രൂഷകളെല്ലാം നടക്കുന്ന എവിടെയാ? അത് പെന്തക്കോസ് വിശ്വാസത്തിനകത്ത് നടക്കത്തുള്ളൂ അല്ലേ? അവരോടാണ് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത്. എങ്ങനെയാ അതെങ്ങനെയാ ശരിയാകുന്നത്? അങ്ങനെ വെച്ച് എന്താ പ്രശ്നം എന്ന് അറിയാം? നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഭൂതത്തെ ചാച്ചു, ഭൂതം പോയി, അതിനർത്ഥം ഞാൻ സ്വർഗത്തിൽ പോകുന്ന. ഇതാണ് ഇവന്റെ വിശ്വാസം. ഞാൻ എത്ര ഭൂതങ്ങളെ പുറത്താക്കി, എത്ര രോഗികളെ സൗഖ്യമാക്കി, അതിന് കാരണം എന്നാ? കാരണം ഞാൻ സ്വർഗത്തിൽ പോകുന്നേ. അങ്ങനെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. അല്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും. അത് അകത്ത് ഭൂതം ഇരിക്കുന്നതുകൊണ്ടാണ് ആ ദേഷ്യം വരുന്നത്. ഇത് കേൾക്കുമ്പോൾ ഉറക്കം വരും. നീ കേൾക്കണ്ടെന്ന് പറയും. അതാണ് ഉറങ്ങിപ്പോകുന്നത്. ഈ ആയുസിൽ കേൾക്കേണ്ട സത്യങ്ങൾ പലതുകൊണ്ട് അത് ഗ്രഹിച്ചാങ്കിലേ പറ്റത്തുള്ളൂ. അടുത്ത ഭാവം വായിച്ചേ. വായിച്ച അടുത്ത ഭാവം. എന്നെ അയച്ച പിതാവ് ആവശ്യിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്തിനാണ് ഈ പ്രോഗ്രാം എന്നറിയാവോ? കർത്താവിന്റെ വരവിൽ നമ്മൾ രൂപാന്തരപ്പെട്ട് സ്വർഗരാജ്യത്തിൽ കർത്താവിന്റെ ഭവനത്തിൽ പോകണം. അതിനാണ് ഇതെല്ലാം നടത്തിയിരിക്കുന്നത്. നമ്മൾ ഈ കെട്ടിടം എടുത്ത് എന്തിനാ? ഇതിന്റെ ഭംഗി കാണാനാണോ? അല്ല. നമ്മൾ ഞാനിപ്പോ എന്തിനാ ബൈബിൾ കോളേജ് കർത്താവിനെ വിട്ടത്? കുറെ കാര്യങ്ങൾ പഠിക്കാനാണോ? അല്ല. പിന്നെ എന്തിനാ നമ്മൾ എന്തിനാ ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്? ഇതെല്ലാം ചെയ്തത് നടന്നതിന്റെ എല്ലാം ആത്യന്തികമായ ഒറ്റ ഉദ്ദേശമുള്ളൂ, നമ്മൾ സ്വർഗത്തിൽ പോവുക. നമ്മുടെ ലക്ഷ്യമാണോ ഇത്? എല്ലാരും പറയുന്നത് ഞങ്ങൾ സ്വർഗത്തിൽ പോകാനൊക്കെ റെഡി. ആരാ റെഡി അല്ലാത്തത്? പക്ഷെ ഞങ്ങൾക്ക് കർത്താവിനെ അറിയത്തില്ലെന്നേ ഉള്ളൂ. പുത്രനാകുന്ന യേശു കർത്താവ് ആരാന്ന് അറിയത്തില്ല. ആയുസിൽ ഇത്രയും വർഷം കിടന്നു, ഇത്രയും വർഷത്തിൽ ഒരിക്കൽ ദിവസം പോലും കർത്താവിനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയൊക്കെ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. വായിച്ചേ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ടു പഠിച്ചവരെല്ലാം എന്റെ അടുക്കൽ വരും. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. എല്ലാവരും അല്ല, പിതാവിനോട് അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവൻ ആരിൽ നിന്നാ പ്രാപിക്കുന്നത്? പിതാവിൽ നിന്നാ പ്രാപിക്കുന്നത്. ശ്രദ്ധിക്കണോ? നമുക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഗുണമില്ല, നിങ്ങൾ വിശ്വസിച്ചാൽ എനിക്കും ഗുണമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ട് പറയണം. ഞാനിവിടെ പ്രസംഗിക്കുന്നത് ഞാൻ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. സ്വർഗത്തിലൊരു പിതാവുണ്ട്, അവൻ സകലതും കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി രോഗം സൗഖ്യമാക്കി പോയ ടീംസ്, കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറയുന്നുണ്ട്. അതെന്താണെന്നറിയാവോ? അവർക്ക് ഇതൊന്നും വിഷയമല്ല. അവരുടെ മിനിസ്ട്രി കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, അവർക്ക് ഈ വക വിഷയങ്ങൾ ഒരു പ്രശ്നമല്ല. പിതാവിനെ അടുത്തറിയുന്നത് അവരെ സംബന്ധിച്ചൊരു വിഷയമല്ല. അവർക്ക് അവരുടെ ശുശ്രൂഷ, അവരുടെ സ്റ്റേജ് കൃത്യം നടക്കുന്നുണ്ട്. അല്ലേ? അടുത്ത വാക്യം വായിച്ചേ. പിതാവിനോട് കേട്ട് പഠിച്ചവർ എല്ലാവരും ഓക്കെ. കേട്ട് പഠിച്ചവൻ എല്ലാം, കേട്ട് പഠിച്ചവനാണെങ്കിലും കേട്ട് പഠിച്ചവരാണെങ്കിലും പിതാവിൽ നിന്ന് കേട്ട് പഠിച്ചവർ. പുത്രനാകുന്ന കർത്താവ് പറയുമ്പോൾ അതേതായാലും പിതാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല, രക്ഷിക്കപ്പെട്ട് വരേണ്ട ഓരോരുത്തരെ കുറിച്ചാണ് പറയുന്നത്. അവൻ അവിടെ പറയുമ്പോൾ കടന്നു വരുന്ന ഓരോരുത്തരും ദൈവസന്നിധിയിൽ വിലയുണ്ട്. രക്ഷിക്കപ്പെട്ട് വരുന്ന ഓരോരുത്തരും ദൈവസന്നിധിയിൽ വിലയുണ്ട്. ഹല്ലേലൂയ. വായിച്ച അടുത്ത വാക്യം. ഇതാണ് വിഷയം. പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. നമ്മളെ മുറിച്ചു വായിക്കല്ലേ. നിങ്ങൾ ഉറക്കക്ഷീണത്തിലൊക്കെ ഇരിക്കുന്നെങ്കിലും തെറ്റു വായിക്കണം, ശാപം മരിച്ചു വെക്കും. വ്യക്തമായിട്ട് വായിച്ചേ. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ. അവിടെ വായിച്ച ദൈവത്തിന്റെ അടുക്കൽ വന്നവൻ അങ്ങനെയല്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന്, പിതാവിന്റെ അടുക്കൽ നിന്ന്
പുത്രനാകുന്ന യേശു ക്രിസ്തു മാത്രമേ വന്നിട്ടുള്ളൂ. അത് പുത്രനാകുന്ന യേശു ക്രിസ്തു പറയുന്ന ഭാഗമാണത്. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിൽ അത് തെറ്റാണ്. ദൈവത്തിന്റെ പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല. അടുത്തത്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളൂ. പിതാവിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതെ പിതാവിൽ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. കുറെ പേര് ഞങ്ങൾക്ക് പിതാവിനെ കണ്ടാൽ മതി, പിതാവിന്റെ അടുക്കൽ പോകും. ഇവർ ഈ പറയുന്നുണ്ടല്ലോ, ഇവിടത്തെ ഈ എന്താ പറയുന്നത്, ഈ ചിലർ രാഷ്ട്രീയക്കാരുടെ അടുത്ത് ലോക്കലായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനെ വേണ്ട, ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ പിടിയുണ്ടെന്ന് പറയുന്നില്ല. ആ മാനസികാവസ്ഥയാണ് ദൈവത്തോടും എടുക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെയുള്ള ലോക്കൽ മന്ത്രി MLA ഒന്നും വേണ്ട, പിന്നെ അങ്ങോട്ട് ഞങ്ങൾക്ക് അവിടെ കേന്ദ്രത്തിൽ ആടുണ്ട്, അവിടെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ കാര്യം നടത്തും. ആ മാനസികാവസ്ഥ ഉള്ളവനോട് ഇപ്പൊ ചോദിക്കുക, നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു? സ്വർഗത്തിൽ പിതാവൊക്കെ ഉണ്ട്, ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. മനസ്സിലായി? ഇതാ സാധനം പോകത്തില്ല. ഹല്ലേലൂയ. ആ വാക്യം ഒന്നും ഇവിടെ വായിച്ചത്, 46-ാം വാക്യം. നിന്നൊന്നുമില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, വായിക്ക്. 46-ാം വാക്യം. 46-ാം വാക്യം. എന്നെ അയച്ച പിതാവ്. 46-ാം വാക്യം. പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്നവൻ. വായിച്ചേ, നമ്മുടെ പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. തെറ്റാണ്. ദൈവത്തിന്റെ അടുക്കൽ, എന്റെ ബൈബിളിന്റെ അകത്ത് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ നിന്ന്, ദൈവത്തിന്റെ അടുക്കൽ വന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മുഴുവൻ തെറ്റി. പിതാവിന്റെ അടുക്കൽ നിന്ന് തന്നെ വേണം. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. അടുത്ത വാക്യം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ, ഇത് വിശ്വസിക്കേണ്ടത് എന്താണെന്നറിയോ? പുത്രൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നു. പുത്രനാണ് സകലത്തിനും മധ്യസ്ഥനും കാര്യസ്ഥനുമായിരിക്കുന്നവൻ. അവൻ സകലത്തിന് ആധാരം, സകലത്തിന് കാരണഭൂതനുമായി തീർന്നിരിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്നുണ്ടോ? നിന്നെ ന്യായം വിധിക്കുന്നവൻ ഈ കർത്താവാണ്. കാര്യം പിതാവ് ന്യായവിധി പുത്രന് കൊടുത്തേക്കുക. ഇനി ഓരോരുത്തരെയും ന്യായം വിധിക്കുന്ന പുത്രനാണ്. അപ്പോൾ പിതാവിനോട് ഇപ്പോൾ ഈ പാപിയായിരിക്കുന്ന ഒരുത്തൻ ചോദിക്കുക, കർത്താവേ, അങ്ങനെയാണ് പുത്രൻ എന്തിനെ ന്യായവിധി കൊടുത്ത് നീ തന്നെ ന്യായം വിധിച്ചാൽ പോരെന്ന് ചോദിച്ചാൽ പിതാവ് പറയും, മനുഷ്യ സദൃശത്തിൽ വെളിപ്പെട്ട് വന്നവൻ ആരോ അവരാണ് നിങ്ങൾക്ക് അധിപതിയും രക്ഷകനുമായിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരുവനെ ഞാൻ അയച്ചിട്ടുള്ളൂ, അതെന്റെ പ്രിയപുത്രനാകുന്ന ക്രിസ്തു മാത്രമാണ്. അങ്ങനെ ദൈവപുത്രൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുമ്പോൾ സ്വന്തം പുത്രനാകുന്ന യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതെ അനേകർ നിത്യ നരകത്തിലേക്ക് പോകും. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരുവൻ നിത്യനാശത്തിലേക്കേ പോകത്തുള്ളൂ. തിരുവെടുത്ത് അതേ പറയുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ആ വാക്യം ശ്രദ്ധിക്കണം. കണ്ടിട്ടുള്ളൂ എന്നുള്ള. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അടുത്ത വാക്യം. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. അടുത്തത്. ആകയാൽ യഹൂദന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവനെ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. യേശുവരോട് പറഞ്ഞത്, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. അടുത്തത്. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം. കർത്താവായ യേശുക്രിസ്തു ഡയറക്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്, എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവന് ജീവനില്ല. അല്ലേ? കുടിക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഇല്ല. അപ്പോൾ അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, എന്റെ മാംസം തിന്നാതെ എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ
ഉണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ. ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പൊ കർത്താവിന്റെ മേശയിൽ നിന്ന് പങ്കില്ലാത്തവൻ ദൈവരാജ്യത്തിൽ പോവോ? അവന്റെ ശരീരം ഉയർക്കുവോ? ഉയർക്കത്തില്ല, അല്ലേ? അടുത്ത് ശ്രദ്ധിക്കണം, അടുത്ത ഭാഗം എന്നെ വായിക്കുന്നത്. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും ആ. എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. അതായത് സാക്ഷാൽ ഭക്ഷണമാകുന്ന ആ ബ്രെഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ബ്രെഡാന്ന് പറഞ്ഞാണോ കഴിക്കണ്ടേ? ആണോ? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കഴിക്കുന്നത്. അത് കഴിക്കുമ്പോൾ നമ്മുടെ വായിലേക്ക് വെക്കുന്നത് ബ്രെഡാണ്. പക്ഷെ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ്? അത് ഇന്ന് പകർന്നേരം ഒന്ന് അടിവരയിട്ട് ഞാൻ പറയാം. അടുത്തത് യേശുവിന്റെ രക്തമാണെന്ന് പറഞ്ഞാണോ നമ്മൾ വീഞ്ഞു കുടിക്കുന്നത്? അല്ലെ, നമ്മൾ വീഞ്ഞു കുടിക്കുക വീഞ്ഞാന്ന് പറഞ്ഞാണോ കുടിക്കുന്നത്? പിന്നെ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളിത് കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ്? അത് യേശുവിന്റെ രക്തമാണ്. അപ്പോൾ യേശുവിന്റെ ശരീരമാണെന്നും യേശുവിന്റെ രക്തമാണെന്നും നമ്മൾ വിശ്വസിച്ച് വേണം നമ്മൾ തിരുമേശയിൽ പങ്കാളിയായി തീരുവാൻ. എങ്കിലേ നിത്യജീവൻ ഉണ്ടാകത്തുള്ളൂ എന്നല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരിക്കണം. അടുത്ത വാക്യം പറയുന്നത് എന്താണ്? എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ അപ്പോൾ തിരുമേശ കൂടാതെ ഒരുവൻ യേശുവിൽ വിശ്വസിക്കാൻ പറ്റുമോ? തിരുമേശയിൽ ഭാഗമാക്കാവുന്ന ഒരുത്തൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും കൈപൊക്കിയിലൂടെ കൈപൊക്കിയിട്ട് പിന്നെ അവന്റെ വഴി പോകുന്ന കർത്താവിന്റെ വഴി പോവുമോ? ചില പ്രസ്ഥാനങ്ങൾ പറയും നിങ്ങൾ യേശുവിനെ രക്ഷിത കർത്താവ് ഓൾട്ടർ കോൾ കൊടുക്കും. നിങ്ങൾ ഈ ഇരിക്കുന്നവർ ആരെങ്കിലും യേശുവിനെ കർത്താവ് രക്ഷിതാവ് സ്വീകരിക്കാറുണ്ടോ? അപ്പോൾ എല്ലാവരും കൈവെക്കും. ഒത്തിരി അച്ചായന്മാർ ഇപ്പൊ നടപ്പുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ പറയും ഞാൻ ഇന്ന മീറ്റിങ്ങിന്റെ അകത്ത് കൈവൊക്കി യേശുവിനെ രക്ഷിതാ കർത്താവുമായി സ്വീകരിച്ചതാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പറയാൻ നിൽക്കുന്ന മകനെ അതുകൊണ്ട് മാത്രം പോരാ, നിങ്ങൾ സ്നാനം ഏൽക്കണം, വേർപെടണം, വചനം പഠിക്കണം, തിരുമേശയുടെ ഭാഗവാക്കായി തീരണം, അഭിഷേകം പ്രാപിക്കണമെന്ന് പറയാൻ നിൽക്കുന്ന നമ്മളെ പുച്ഛിക്കുന്ന സംസാരങ്ങൾ വരുന്ന കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാ? പിതാവ് ആകർഷിക്കുന്നില്ല. പിതാവ് ആകർഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് പകർന്നേരം ഈ കൽപ്പനയിലേക്ക് വരുന്നത്. പിതാവ് ആകർഷിച്ചില്ലെങ്കിൽ ഒരിക്കലും ദൈവത്തെ സേവിക്കാൻ കഴിയത്തില്ല. കണ്ടോ? പിതാവിന്റെ ആകർഷണ വലയിലാണ് ഞാനും നിങ്ങളുമെങ്കിൽ അവന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കും. അവന്റെ ശരീരമാകുന്ന മാംസത്തെ അവന്റെ ഓർമ്മയ്ക്കായി നമ്മൾ ഭക്ഷിച്ചു പാനം ചെയ്യുമ്പോൾ, അവന്റെ രക്തത്തെ സ്വന്തം ഹാളലി അവന്റെ ഓർമ്മയ്ക്കായി നമ്മൾ ഭക്ഷിച്ചു പാനം ചെയ്യുമ്പോൾ നമ്മുടെ നാവിൽ വെക്കുന്ന ഒരിക്കലും രക്തവുമല്ല മാംസമല്ല. ആണോ? അല്ല. നമ്മുടെ നാവിൽ വെക്കുന്നത് എന്താണ്? ആ ബ്രെഡും ആ വീഞ്ഞും നമ്മൾ വെക്കുമ്പോൾ യേശുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായിട്ടും യേശുവിന്റെ രക്തത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളിൽ നിത്യജീവൻ ഉണ്ടാവുകയാണ്. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പിതാവിന്റെ ആകർഷണത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പിതാവിനാൽ ഉപദേശിക്കപ്പെട്ടവരെ പുത്രന്റെ അടുക്കൽ വരുത്തുള്ളൂ. പിതാവിനാൽ ഉപദേശിക്കപ്പെട്ടവരാകണം, അല്ലേ? ഭാഗം നമുക്ക് വായിച്ചു തീർപ്പിക്കും. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ഇവിടെ ശ്രദ്ധിക്കണം, ആ പദം ശ്രദ്ധിക്കണം. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് പുത്രനാകുന്ന യേശുക്രിസ്തു ഭൂമി വന്നു. ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ, അതായത് ഭൂമിയിൽ ഇരിക്കുന്ന പുത്രനാകുന്ന ക്രിസ്തു തന്നിൽ നിത്യജീവൻ ഉള്ളതുപോലെ തന്നിൽ നിത്യജീവൻ ഇരിക്കുന്നത് എങ്ങനെയാണ്? താൻ പിതാവിൽ വസിക്കുന്നത് കൊണ്ടാണ്. പുത്രൻ പിതാവിൽ വസിക്കുന്നത് നമ്മളെ കണ്ണുകൊണ്ട് നോക്കി നമുക്ക് അറിയത്തില്ല. അറിയാവോ? അറിയത്തില്ല. അപ്പൊ ഞാൻ ഇത് എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിച്ചാൽ, വിൻസെന്റ് മൈക്കിൾ ആകുന്ന വിൻസെന്റിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഇരിക്കുന്നത് പോലെ ഇങ്ങനെ നമ്മെ ആക്കിയത് പുത്രനാകുന്ന യേശു ക്രിസ്തു പിതാവിനോട് ചേർന്നിരുന്നു. ഇങ്ങനെ നമ്മളും ഇരിക്കുന്നുണ്ട്, രക്ഷിക്കപ്പെട്ടവരിയ്ക്കുന്നുണ്ട്. അഭിഷേകം പ്രാപിച്ചവന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
ഇത് ആർക്കാ മനസ്സിലാകാത്തത്? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവൻ ഇത് പറയുന്നത് മനസ്സിലാകുന്നില്ല. കാര്യം അവൻ അനുഭവമില്ലാത്തവൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ അനുഭവമില്ലാത്ത കാര്യം വിശ്വസിക്കാൻ നോക്കുന്നത് നടക്കത്തില്ല. അത് വായിച്ചേ. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പോൾ പുത്രൻ പിതാവിൽ വസിച്ചുകൊണ്ട് പിതാവിന്റെ വചനങ്ങളെ ഭക്ഷിക്കുന്നത് പോലെ നാം ഈ ശരീരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിറവോടുകൂടെ കർത്താവിന്റെ കൽപ്പനകളെ ഭക്ഷിക്കുമ്പോൾ, കർത്താവിന്റെ ആലോചനകളെ ഭക്ഷിക്കുമ്പോൾ നമ്മൾ പിതാവിലും പുത്രനിലും വസിക്കുക. വായിച്ചേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല. കണ്ടോ, അവരെ ഇസ്രായേൽ മക്കൾക്ക് ലഭിക്കാത്താണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ജീവിക്കാൻ പോകുന്നു. അപ്പോൾ ഒരു കാര്യം പറയാം, മരണശക്തികൾ ഇവിടെ വരത്തില്ല. ഇത് പ്രാപിക്കുന്നവൻ മരണത്തിന് ശക്തി വരത്തില്ല. ഒരു കാര്യം പറയാം കേട്ടോ, മരണത്തിന് ശക്തി വിട്ടുപോകാൻ വേണ്ടി അല്ല ചെയ്യുന്നത്. നമ്മൾ അവിടെ ചിലർ നിൽക്കുന്നത്, ഇത് പോകാൻ വേണ്ടിയാണ് ചിലർ തിരുവേശയിലേക്ക് വരുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ ക്രിസ്തുവിൽ വസിക്ക്. ഹല്ലേലൂയ. നിങ്ങൾ വെളിച്ചത്തിൽ വസിക്കുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ഇരുട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നതിനാ? ഹല്ലേലൂയ. വായിച്ചേ. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അവൻ കഫർന്നഹൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് പറഞ്ഞു. കണ്ടോ, അപ്പോൾ കർത്താവിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ വസിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കണം. നമ്മൾ തിരുമേശയിലേക്ക് പോവുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഒരുങ്ങാം. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടുകൂടെ നമ്മൾ ആയിരിക്കുക. ഹല്ലേലൂയ. പിതാവിന്റെ ആകർഷണത്തിലേക്ക് നമ്മൾ വരുവാൻ ഇടയായിട്ട്, പിതാവ് ആകർഷിക്കുമ്പോൾ ദൈവ പ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. ഇന്ന് പകൽ നേരം കർത്താവിന്റെ പിതാവിന്റെ ആകർഷണ വലയത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയോടെ ഇന്ന് പകൽ നേരം നമുക്ക് അടുത്ത് വരാം. സ്വർഗം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം ഈ കേട്ട വചനത്തെ വഹിച്ചു